ഒരു സ്ത്രീയും നേരിട്ടിട്ടില്ലാത്ത സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെ നടുവിൽ കൂടെ ഈ അമ്മ കടന്നുപോയത് കൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ അമ്മയ്ക്ക് ഏറെ വായിച്ചെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്കറിയാം, ഗബ്രിയേൽ ദൂതന്റെ മൃദുവായ മന്ത്രണത്തിന് പോലും കാതോർത്തിരുന്ന ഒരു ചെറുപ്പക്കാരിയാണ്, അല്ലേ? ഇരുതല വാൾ പോലെയുള്ള മൂർച്ചയേറിയ വചനത്തെ ഹൃദയത്തിലും ജീവിതത്തിലും സൂക്ഷിക്കാനായി എന്നുള്ളതാണ് അമ്മയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. പക്ഷെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അരവയറുള്ള കന്യകമറിയാം നിറവയറുള്ള എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ എലിസബത്ത് പറയുക, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരെയുള്ള ഭാഗ്യം ഇവിടെ നിന്നുണ്ടായി. പിന്നീട് അങ്ങോട്ട് അടുത്ത വാക്കുകളിൽ കേവലം 12-13 പാരമ്പര്യം പറഞ്ഞൊരു പെൺകൊച്ചു പറയുകയാണ്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുകയാണ്. എങ്ങനെയാ? ഇനി കേൾക്കാൻ പോകുന്ന മുഴുവൻ അപവാദമാണെന്ന് അറിഞ്ഞിട്ടും, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട വരുമെന്നറിഞ്ഞിട്ടും, ദുരിതങ്ങളുടെ ഒരു പെരുമഴക്കാലം ജീവിതത്തിൻ്റെ മുൻപിൽ അവൾ കണ്ടിട്ടും അവൾ പറയുന്ന വാക്ക് ശ്രദ്ധേയമാണ്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുകയാണ്. മറിയയുടെ സ്തോത്രഗീതത്തെ പറ്റി അവിടെ വായിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ. ഒരുപക്ഷേ സ്വർഗത്തിൽ ഇരുന്നവനെ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ചതിൻ കൊണ്ട് അവൾ പ്രകീർത്തിച്ചുകൊണ്ട് വികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ സംസാരിച്ചതല്ല സ്തോത്രഗീതം. മറിച്ച് പഴയ നിയമം ദാവീദിന്റെ സങ്കീർത്തനം വായിച്ചതിൻ്റെ പ്രതിഫലനവും തെളിമയുമാണ് അവളുടെ സ്തോത്രഗീതം. ദാവീദിന്റെ 9-ാം സങ്കീർത്തനത്തിന്റെ പ്രതിഫലനമാണ് അവൾ വായിച്ചത്, അവൾ പാടിയത്. ശക്തനാക്കുന്നവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ താഴ്മയുള്ളവരെ ഉയർത്തി അഹങ്കാരികളെ താഴ്ത്തുന്നു. പക്ഷെ ഇന്ന് ഈ വചനദർശനം സ്വന്തമാക്കുന്നവരുടെ ജീവിതം വളരെ തുലോം പരിമിതമാണ്. അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മുടെ ദേവാലയങ്ങളിൽ കൺവെൻഷന് വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ പോലും വേദപുസ്തകം ഇല്ലാതെ കടന്നു വരുന്ന ചിത്രം അതാണ്. ഇന്ന് പ്രാർത്ഥനയോത്തി പോലും മൊബൈലിലാണ് നമ്മൾ വായിക്കുന്നത്. ചാറ്റ് ചെയ്യുന്നതും ചീറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും കുർബാന ചൊല്ലുന്ന എല്ലാം മൊബൈലിലേക്ക് നമ്മൾ വ്യാപരിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മൾ പ്രയോജനപ്പെടുത്തി. പക്ഷേ അതുകൊണ്ട് എന്താ, ബാബേൽ ഗോപുര സംസ്കൃതി കണക്കെ കുടുംബജീവിതങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. അതുകൊണ്ട് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള, എന്നോട് തന്നെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ 2022 പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പം വചനദർശനം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമ്മെ സാധിക്കും. വചനത്തിലൂടെ ജീവിതത്തെ മുറുകെ പിടിക്കുവാൻ ഈ അമ്മ സത്യം പറഞ്ഞാൽ ജീവിതം ആഘോഷിച്ചൊരു വ്യക്തിയായിരുന്നു. സഹനങ്ങളെല്ലാം ഈ അമ്മ ആഘോഷിച്ചു. അതുകൊണ്ടാണ് അവൾക്ക് ആദ്യം ദൂതൻ കൊടുത്ത വാക്ക്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. എന്താ കൃപ? നമുക്കിന്ന് ഈ 2 വാക്ക് ഭയങ്കര അനുഗ്രഹം, ഒരു ഉറഞ്ഞതുള്ളൻ്റെ അനുഭവമാണ്. അനുഗ്രഹവും ദൈവകൃപയും. നമ്മുടെ വിചാരം കൃപ നിറയുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന് നല്ല ജോലി കിട്ടി, 2 നില വീട് വെച്ച്, പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, രോഗമില്ല, ദുഃഖമില്ല, 12 അടി പൊക്കത്തെ മതിൽ കെട്ടി, സുഖമായിട്ട് 4-ന് 3-ന് 5 നേരം ഭക്ഷണം. ഇതാണ് കൃപയെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഓർക്കണം, കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ സംബോധന മുതൽ അങ്ങോട്ട് ഓർത്ത് നോക്കിക്കൊള്ളുക. ഇനി അങ്ങോട്ട് അപവാദത്തിൻ്റെ ഒരു ഘോഷയാത്ര അമ്മ നയിച്ചത്, അല്ലേ? ഇടയ്ക്ക് വെച്ച് പറയും, ഇവളാ മറിയയുടെ മോനല്ലെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആരെക്കുറിച്ചാ? പുത്രനെ കുറിച്ച്. പുത്രൻ പോയിടത്തൊന്നും നല്ല കേൾവിയൊന്നും അമ്മ കേട്ടിട്ടില്ല, അല്ലേ? കൊല്ലാൻ പിടിച്ചു, അവനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. അവൻ ബേൽസബൂലിന്റെ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കുന്നു. പിന്നീട് ഒരു വൈദവ്യത്തിലേക്ക് ഭർത്താവ് നഷ്ടപ്പെടുന്നു. പിന്നെ ചെല്ലുന്നിടത്തെല്ലാം അപവാദമാണ്. അതും കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മകൻ തൂക്കപ്പെട്ട് കിടക്കുന്ന തൂക്കപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ചുവട്ടിൽ ഒരു വിപതി ധൈര്യം അമ്മയ്ക്ക് അവിടെ പോയി നിന്നു കൊടുക്കുക. പിന്നെ ആ മകന്റെ മൃതശരീരം, നമ്മുടെ പാരമ്പര്യത്തിലെങ്കിലും മൃതശരീരം ഇറക്കി മടിയിൽ കിടത്തുക. പിന്നീട് കൂടെ നിന്ന 12 എണ്ണം തെളിഞ്ഞും മറിഞ്ഞും ഒക്കെ അകലത്തായി അനുഗമിച്ചവർ അറിയുന്നില്ലെന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും ഒക്കെ തുടങ്ങിയിട്ട് ദൂരെ ഓടിപ്പോയവരെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുവന്ന് ഒരു മുറിക്കുള്ളിൽ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിർത്തിയൊരമ്മ. അതിൻ്റെ പേര്, ആ കൊടുത്ത നിനക്ക് സംഭവിക്കാനിരിക്കുന്ന
ദുരിതത്തിൽ നിനക്ക് കൂട്ട് ദൈവകൃപയാണ്. അതുകൊണ്ടാ കൊരിന്ത്യർ ലേഖനം 12:9 വായിക്കുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി. രോഗം മാറണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച പൗലോസ്, പക്ഷെ ഉത്തരവിത മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, എൻ്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ട് ഈ കൃപ ലഭിച്ച അത്രമാത്രം കൃപ എന്തിൻ്റെ കൃപയാ? സങ്കടങ്ങളും കയ്പുകെട്ട അനുഭവങ്ങളും അപവാദങ്ങളും അരുതായ്മകളും പുത്രവിയോഗവും ഭർത്താവിൻ്റെ വിയോഗവും ഏറ്റെടുക്കാനുള്ള ഒരു മനോബലം. അതുകൊണ്ട് ഈ പെരുന്നാളിൽ പ്രാർത്ഥിക്കേണ്ടത്, തമ്പുരാനെ, അങ്ങേ പ്രസവിച്ച ഈ അമ്മ ഏറ്റെടുത്ത പോലെ സങ്കടങ്ങൾ, ദുരിതങ്ങൾ, അതിൻ്റെ അപ്പുറത്തുള്ള അപവാദങ്ങൾ, നിന്ദകൾ ഒഴിവാക്കണമെന്നല്ല, എന്തു വന്നാലും അതിനെ അതിജീവിക്കാനുള്ളൊരു ദൈവത്തിൻ്റെ കൃപ, മനോബലം, സമചിത്തത ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഓർക്കണം, ചിത്തം തെറ്റിപ്പോകുന്ന ഒരു അനുഭവം, ഭ്രാന്ത് പിടിക്കുന്ന അനുഭവത്തിലാണ് അമ്മ പറയുന്നത്, എൻ്റെ ഉള്ളം ദൈവത്തിൽ മഹിമപ്പെടുത്തുന്നു. അതുകൊണ്ട് അവരമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പം അമ്മ വചനത്തെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ മുറുകെ പിടിച്ച പോലെ ഒരു വചനാധിഷ്ഠിതമായ ജീവിതം നമുക്കും മുറുകെ പിടിക്കാം. അതുവഴി നല്ലൊരു ആത്മീയ ജീവിതം കൈവരുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യമാണ്. ഉള്ളവരാരും എടുക്കുക വേണ്ട കേട്ടോ, ഞാൻ പറയുന്ന കറക്റ്റാ, തെറ്റൊന്നുമില്ല. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 29-ാം വാക്യം. കാരണം ഈ ഉൽപ്പത്തി പറഞ്ഞാലും തുപ്പലെത്തി ഇങ്ങനെ തൂത്തില്ല, ബസ്സിലെ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കുന്ന തൂത്ത് വരുമ്പോഴത്തേന് ഞാൻ കറ്റാണത്തി ചെല്ലും പ്രസംഗം കഴിഞ്ഞ്. ഉൽപ്പത്തി ആദ്യം, അതുകൊണ്ട് ആരും എടുക്കണ്ട. നിങ്ങൾ ഒത്തിരി പ്രസംഗം ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുള്ളതെന്ന് എനിക്കറിയാം, തുമ്പോങ്കാരെ സംബന്ധിച്ച് അറിയാം, ആരും എടുക്കണ്ട. 5:29 യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. അതിൻ്റെ 6-ാം വാക്യം, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ആരാ ഈ പറയുന്നേ? അത് പറയാനില്ലയോ? കറ്റാണത്തുനിന്ന് ഇവിടെ വരെ വിളിച്ചു വരുത്തി ഇല്ലേ? ആരാ പറയുന്നേ? നോഹയുടെ അപ്പനും അമ്മയും കൂടെ കൊച്ചുണ്ടായപ്പോൾ, ഒരു കൊച്ചു പയ്യനുണ്ടായപ്പം പറയുകയാ, യഹോവ ശപിച്ച ഭൂമിയിൽ ഇവൻ നമുക്ക് ആശ്വാസമാകും. അപ്പം ഉൽപ്പത്തി 1 വായിക്കുമ്പം തമ്പുരാൻ ഓരോന്നും സൃഷ്ടിച്ചിട്ട് പറയും, സന്ധ്യ, ഉഷസായ, 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, എല്ലാം നല്ലതെന്ന് കണ്ടു. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നല്ലതെന്ന് തമ്പുരാൻ പറഞ്ഞില്ല. പക്ഷേ ഇവിടെ പറയുകയാ, ലാമേക്ക്, നോഹയുടെ അപ്പനായ ലാമേക്ക് പറയുകയാ, യഹോവ ശപിച്ച ഭൂമിയിൽ ഇവൻ നമുക്ക് ആശ്വാസമാകും. വട്ടപ്പറമ്പിലച്ചൻ കൺവെൻഷൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പ്രസംഗം ഞാൻ കേട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാ സംസാരിക്കുന്നത്. യഹോവ ശപിച്ച ഭൂമിയാണ്. ഈ 2022 സെപ്റ്റംബർ 6-ാം തീയതി വൈകിട്ടും ശാപം കിട്ടിയൊരു ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അനുഗ്രഹിച്ച ഭൂമി, നല്ലതെന്ന് കണ്ട ഭൂമി എന്ത് ഭൂമിയായി? ശപിക്കപ്പെട്ട ഭൂമിയായി. പക്ഷെ ഒരു കാര്യം പറയുകയാ, എന്താ? ഇവൻ ആശ്വാസമാകും. 2 കാര്യം ഓർക്കണം. 1, നമ്മുടെ പ്രവൃത്തി. നമ്മുടെ പ്രവൃത്തിയുടെ ബലം ആരനുഭവിക്കുന്നുണ്ട് അതിനകത്ത്? ആരാ? തലമുറ. നമ്മുടെ കൈകളുടെ, നമ്മുടെ പ്രവൃത്തിയിലും. അതുകൊണ്ട് ആ വിശുദ്ധ കുർബാനയിൽ രാവിലെ ചൊല്ലി കാണും അല്ലേ, അവനവന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം നൽകുന്നതായ സംഭ്രമജനകമായ സമയം. ഓർമ്മ കുർബാനയ്ക്ക് വായിക്കുന്ന ഏവങ്കല്യ ഭാഗത്തിൽ കിടക്കുന്ന, അവനവൻ ചെയ്തത് നന്മയായെങ്കിലും തീയതായെങ്കിലും, നന്മ ചെയ്തവർ അല്ലേ, തിന്മ ചെയ്തവർ, 2 വഴികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മുടെ പ്രവൃത്തി സ്വാധീനിക്കും. ഇന്ന് സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ആളുകൾ ഏറെയുണ്ട്, പുണ്യസ്ഥലങ്ങളിൽ കാണിക്ക ഏറുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഏറെയുണ്ട്. മർത്തമറിയത്തിലുണ്ട്, സൺഡേ സ്കൂളിലുണ്ട്, പ്രാർത്ഥനയിലുണ്ട്, കൊയറിലുണ്ട്, വീട്ടിൽ, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ വീട്ടിൽ അല്പം പോലും ആരുമായിട്ട് ബന്ധമില്ലെന്നുള്ളത് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
അയലത്തുകാരനായിട്ട് ബന്ധമില്ല, അപ്പനാമയായിട്ട് ബന്ധമില്ല, ഒരു വീട്ടിൽ താമസിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ല. പക്ഷേ പ്രാർത്ഥനയ്ക്കുണ്ട്, ഉപവാസത്തിനുണ്ട്, റാസയ്ക്കുണ്ട്, പെരുന്നാളിനുണ്ട്, എല്ലാ സംഘടനകളിലുമുണ്ട്, നേതൃത്വം വഹിക്കാനുമുണ്ട്. പക്ഷേ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത വലിയ വീടുകളുണ്ട്. പക്ഷേ 2 മുറികളിൽ താമസിക്കുന്നവരുടെ എണ്ണം തുമ്പോണല്ല പൊതുവെ കണ്ടുവരുന്നത്. എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യം പറയുന്നു. ഓർക്കണം, പ്രവൃത്തിയാണ് ഏറ്റവും വലുത്. പ്രാർത്ഥിക്കാൻ വലിയ ചിലവൊന്നുമില്ല. അല്ല, ഇപ്പം ചുമ്മാ ഇവിടെ പെട്രോൾ കളഞ്ഞാൽ നടന്ന് ഇവിടെ വരെ വന്നിരുന്നല്ലോ. പക്ഷെ ഒരാളെ കരുതണമെങ്കിൽ, ഒരാളോട് സ്നേഹത്തോടെ ഇടപെടണമെങ്കിൽ അതിന് അപാരമായ ആത്മീയത തന്നെ വേണം. നമ്മെ വെറുപ്പിച്ചവരോടും നമ്മെ തോൽപ്പിച്ചവരോടും നമ്മെ തകർത്തവരോടും തകർക്കുന്നവരോടും ഒക്കെ ഒരു അപാരമായ ആത്മീയത നമുക്കുണ്ടാകണം. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം എവിടെ ഉണ്ടാകും? തലമുറകളിലുണ്ടാകും. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത്, താഴ്വരയിലുള്ള നിന്റെ പ്രവർത്തികളെ നീ ഓർത്തു നോക്കുക. താഴ്വരയിലെ നിന്റെ പ്രവർത്തികളെ നീ ഓർത്തു നോക്കുക. രണ്ടാമത് എഴുതി വെച്ചിരിക്കുക, നമ്മളുടെ കൈകളുടെ പ്രയത്നഫലം. പറയത്തില്ലേ എൻ്റെ അച്ഛാ, 25 വർഷം ഞാൻ കുവൈറ്റുകാരെ അല്ല പറയുന്നത്, ഒരു സ്ഥലം അങ്ങ് പറയാം, കുവൈറ്റിക്കാർ ഞാൻ കഷ്ടപ്പെട്ടതാണ് ഞാൻ, അല്ലേ? കഷ്ടപ്പെട്ട എൻ്റെ അച്ഛോ, ഇവക്ക് വേണ്ടി മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ അച്ഛാ. ചോദിക്കുന്നത് എന്തും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. പെണ്ണോ ചെറുക്കൻ എന്തെങ്കിലും കാണിക്കുമ്പോൾ പറയുന്നത്, എൻ്റെ അച്ഛൻ ഇവക്ക് വേണ്ടിയ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ്, കൊച്ചിയിലൊരു വില്ല, പിന്നെ അവിടെ ഒരു 1 ഏക്കർ തെങ്ങും തോട്ടം എല്ലാം ഉണ്ടാക്കിയിട്ട് അച്ഛൻ ഞാൻ നാരങ്ങ വെള്ളം പോലും 2 കുബൂസും വെള്ളം കൂടെ കുടിച്ചാച്ചാ ഗൾഫിൽ താമസിച്ചത് ഇവന് വേണ്ടി, അല്ലെങ്കിൽ ഇവക്ക് വേണ്ടി. കഷ്ടപ്പെട്ട് തിരിച്ചു വന്നപ്പം ഉണ്ടാക്കിയതൊന്നും അനുഭവിക്കുവാൻ യോഗമില്ലാത്തൊരു കാലം, മാതാപിതാക്കൾക്കും തലമുറകൾ അനുഭവിക്കുവാൻ യോഗമില്ലാതെ പോകുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് പറയുകയാ, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന അമ്മയും അപ്പനും ഒക്കെ ഇന്നേറെ സങ്കടത്തിലിരിക്കുന്നവരാ. കാരണം ഇന്ന് ഞാൻ ഉൾപ്പെടെ നിങ്ങളെക്കാട്ടി 1-ാം പ്രതി ഞാൻ തുറക്കുന്നത്, പ്രസംഗം കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് മൊബൈലിൽ മുഴുവൻ സെർച്ച് ചെയ്യും. ഞാൻ വരുന്നതിന് മുമ്പ് മൊബൈലിൽ തപ്പിച്ചാണ് വരുന്നത്, നന്ദിനമസ്കാരം കഴിഞ്ഞു. അപ്പോൾ ഈ തുറന്ന് നോക്കുമ്പോൾ എല്ലാം കാണുന്നത്, കഴിഞ്ഞ ദിവസം ഈ മല്ലപ്പള്ളി സ്കൂളിൻ്റെ അവിടെ ഓണാഘോഷം കഴിഞ്ഞ് 5 പെമ്പിളായിരുന്നു പുക എടുത്തോണ്ടിരിക്കുക പബ്ലിക്കിൽ. ഇവിടെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് റിപ്പോർട്ട് കൊടുക്കാൻ നാട്ടുകാരുണ്ടായിരുന്നു വീട്ടിൽ. ആ ഒരു കാലത്തിലാണ് ജീവിച്ചത്, അല്ലേ? തലമുറകൾ മുഴുവൻ ആൺകുട്ടികളെക്കാട്ടി പെൺകുട്ടികൾ ഇതൊരു ആഘോഷത്തിൻ്റെ ഒരു ലഹരിയാവുകയാണ്. ലഹരിയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ പിള്ളേർ ഇങ്ങനെയൊന്നും ആകല്ലേ, ആ TV കണ്ട പോലെ, വാട്സപ്പിൽ കണ്ട പോലെ എൻ്റെ പിള്ളേരാകല്ലേ എന്ന് പ്രാർത്ഥിച്ച, പ്രത്യേകിച്ച് അമ്മയോട് നിന്ന് കണ്ണുനീരോട് അതാ പ്രാർത്ഥിക്കുന്നവരേറെയും. ആശ്വാസമാകണമെന്ന ചിന്ത തലമുറകൾ മുഴുവൻ, എൻ്റെ കുഞ്ഞുങ്ങൾ ആശ്വാസമാകണമെന്ന. പക്ഷേ അവിടെ പറയുക, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ശപിക്കപ്പെട്ട ഭൂമിയാണത്. ആ ഭൂമിയുടെ 3-4 സവിശേഷത അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ധാർമ്മികമായി അധപ്പതിച്ച കാലമായിരുന്നു നോഹയുടെ കാലം. ധാർമ്മികമായി അധപ്പതിച്ച കാലം. നമ്മുടെ ഈ കാലത്തിൻ്റെയും പ്രത്യേകത അതാ, അല്ലേ? ധാർമ്മികമായി അധപ്പതിച്ചു. ആരോടാ കമ്മിറ്റ്മെൻ്റ് ഉള്ള നമുക്ക്? ആരോടെങ്കിലും ഉണ്ടോ? അവനവന് ബോധിച്ച പോലെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു കാലം. അടുത്ത സമയത്ത് ഈ 2 അച്ഛന്മാർ, അച്ഛൻ പോയി കഴിഞ്ഞ് അച്ഛന്മാരെല്ലാം കുവൈറ്റിൽ പോയിട്ടുള്ളതാണ്. കുവൈറ്റിലെ ഒരാളെ പോലീസ് പിടിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കിടപ്പറ രംഗം ഭാര്യ ഒളിക്യാമറയിൽ പകർത്തിട്ട് കാമുകൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സ്നാപ്ചാറ്റിൽ ഇട്ടേക്കാൻ പറഞ്ഞു. എനിക്കതില്ല കേട്ടോ, വേറെ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഉണ്ട്. സ്നാപ്ചാറ്റിൽ ഇടാൻ പറഞ്ഞു. എന്തിനാണ് ചോദിച്ചപ്പം പറയുകയാ, ഫോളോവേഴ്സ് കൂടാൻ വേണ്ടി. നാല് ചോദിക്കേ, കുടുംബജീവിതത്തിന്റെ പവിത്രമായ ബന്ധങ്ങൾ ഭർത്താവ് അറിയാതെ പിടിച്ച് കാമുകന് കൊടുത്തിട്ട് പറഞ്ഞു സ്നാപ്ചാറ്റിൽ ഇടാൻ പറഞ്ഞു. നമ്മളിങ്ങോട്ട് ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അവളുടെ സൗന്ദര്യം, ഇവളുടെ സൗന്ദര്യം, അതുവഴി ഇതുവഴി ഒന്ന് തുറന്ന ഇതന്നെ കാണാനുള്ളൂ നമ്മൾ, അല്ലേ? ഈ കൊറോണ കാലത്ത് നമ്മൾ കണ്ടുപിടിച്ച 2-3 കാര്യം. ഒന്ന്, എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും അമ്മാമ്മമാര് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. ഒന്ന്, ഓൾമോസ്റ്റ് എൻ്റെ പള്ളിയിലെ കാര്യം പറഞ്ഞു, ഓൾമോസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. 2, ചെടിച്ചട്ടിയെ പെയിന്റ് അടിച്ച് കണ്ടമാനം വീടുകളിൽ ചെടിയായിരുന്നു കൊറോണ സമയത്ത്. 3, പിള്ളേർ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് വെളിയിലൊക്കെ കിടന്ന് എന്തെങ്കിലും മറ്റേ കള്ളടിച്ച് കുപ്പിയൊക്കെ കൊണ്ടുവന്ന് അതേ പെയിന്റ് അടിച്ച് ഭംഗിയായിട്ട്. ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് പഠിച്ചു. ഓർത്തുക, ധാർമ്മികമായ അധപ്പതിച്ച്, ഈ കാലവും ധാർമ്മികമായ അധപ്പതിച്ച കാലമാണ്. 2, അവിടെ പറയുകയാ ദോഷമുള്ള നിരൂപണം. ദൈവം പറയുകയാ മനുഷ്യന്റെ ദുഷ്ടത വലിയതാണ്, ദോഷമാണ് അവന്റെ നിരൂപണങ്ങൾ പോലും, ചിന്തകൾ പോലും എന്താ
ചിന്തകൾ പോലും എന്താ? ദോഷമുള്ളതാണ്. എക്സ്റ്റേണൽ ലോയൽറ്റി, ഇന്റേണൽ ബിട്രയൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? നല്ലതായിരുന്നു കേട്ടോ, ഇങ്ങോട്ട് മാറിയിട്ട് പറയും ഈ കത്തനാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ പൊതു സ്വഭാവമാണ്. നമ്മൾ ഒരുമിച്ച് മർത്തമറിയത്തിലൊക്കെ കൂട്ടായിട്ട് വരും. അതിൽ ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലും ദുരിതം സംഭവിച്ച ഉടനെ മൂന്നാമത്തെ ആളെ ഫോൺ വിളിച്ചിട്ട് പറയുന്നത് എന്താ? എടി നീ അറിഞ്ഞോ അവിടുത്തെ അവളുടെ മോൾ അങ്ങോട്ട് പോയി, എനിക്ക് അവളുടെ നടപ്പും ഭാവമൊക്കെ കണ്ടപ്പോഴേ തോന്നിയ ഇതിൻ്റെ അപ്പുറം സംഭവിക്കുമായിരുന്നു. എന്നിട്ട് അവരോട് ഇന്ന് പറയും പോട്ടടി ക്ഷമിക്ക്, ദൈവം ഇതൊക്കെ കരുതുന്നുണ്ട്. ദൈവം നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ് ഞാൻ ഈ പറയുന്നത് അല്ലേ. ദുഷ്ടതയാണ് ഉള്ളിൽ മുഴുവൻ, വഞ്ചന നിറഞ്ഞിരിക്കുകയാണ്. ഒരാടെ വീഴ്ച, ഇന്നിപ്പോൾ ഈ വാട്സപ്പ് ചർച്ചയുള്ളതുകൊണ്ട് ഒരാടെ ശരിയാണോ തെറ്റാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എവിടുന്നേലും അരമുറി കിട്ടിയ അച്ഛന്മാർക്കും മെത്രാനെതിരാണെങ്കിൽ കത്തിക്കാൻ മിടുക്കരാണ്. അച്ഛൻ അങ്ങോട്ട് തിരിച്ചു, അച്ഛൻ പടിഞ്ഞാട്ടാൻ തിരിഞ്ഞു, ഇതുവഴി വീശേണ്ടത് പക്ഷെ ഇതുവഴി വീശി നമ്മളെ കത്തിക്കുകയാണ്. നിജാവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല, സത്യം എന്താണെന്ന് അറിയുന്നില്ല. മുഴുവൻ ദുഷ്ടത, വഞ്ചനയുടെ കാലം. ഒരാടെ വീഴ്ച, ഒരാടെ വേദന അപരന് സന്തോഷമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അത് കുടുംബജീവിതങ്ങളിൽ പോലും. അങ്ങനെ ദുഷ്ടതയുള്ള നിരൂപണം, ദോഷമായ നിരൂപണമുള്ള കാലം. മൂന്നാമത് അവിടെ പറയുന്നത് അതിക്രമത്തിൻ്റെ ജീവിത ശൈലി. അവിടെ എഴുതി വെച്ചിരിക്കുക അതികായകന്മാരായ ആളുകളായിരുന്നു അല്ലേ. നമ്മുടെ ഇപ്പം എവിടെ പള്ളിക്കുള്ളിൽ പോലും അതിക്രമോ അല്ലേ. കാലം മാറിയപ്പോഴത്തെ പള്ളിക്കുള്ളിൽ അതിക്രമോ, പൊതുയോഗങ്ങളൊക്കെ അതിക്രമത്തിനുള്ള ഒരേ ഗ്രൂപ്പായിട്ട് അവിടെ എവിടെ ഇരിക്കുന്നത്. കുറച്ച് പേര് മാമോസിട്ടിയുടെ പുറകിൽ, കുറേ എണ്ണം പുറകിൽ, കുറേ എണ്ണം ഇപ്പുറത്ത് അല്ലേ. ചില ചാവേറുകൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. ആദ്യം തലേദിവസം അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത വന്ന് ഇവിടെ പറയാൻ വേണ്ടി കുറേ ചാവേറുകളുണ്ട്. ഇണ്ടിച്ച് ഇന്ന് എന്തും വായി തോന്നുന്ന എല്ലാം പറയും. അതിക്രമമാണ്. ഞങ്ങളുടെ അടുത്താണ് മുട്ടത്തൊരു പപ്പടത്തിന് വേണ്ടി 1,70,000 പപ്പടലകൾ എന്നാ നടന്നത്. ഇനി അടുത്ത ഈ വാട്സപ്പിലാണ് എഴുതിയിട്ട പോലെ ഇനി അടുത്ത ചോദ്യ പേപ്പറിൽ വരും. 1,70,000 ഓഡിറ്റോറിയം മുഴുവൻ അടിച്ച് തകർത്തു മുട്ടത്ത്. എല്ലായിടും അതിക്രമം. വീടുകളിൽ അധ്യാപകർ കുട്ടിയോടൊരു കാര്യം ചോദിച്ചാൽ ഒരു കുട്ടിയോടനെ ഒന്ന് പരാതി കൊടുക്കുകയാണ്. സൺഡേ സ്കൂളിൽ അധ്യാപകർക്ക് മിണ്ടാൻ പറ്റത്തില്ല. എന്തിനാ? സ്വന്തം അപ്പൻ മോളോട് നീ എവിടെ ആടി രാത്രി പോയതെന്ന് ചോദിച്ചതിന് അപ്പനോട് 14 വയസ്സായി പറഞ്ഞ ഇനിയും തന്ത കൂടുതൽ പറഞ്ഞ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. അതിക്രമത്തിന്റെ ജീവിത ശൈലി. 4 അവിടെ എഴുതി വച്ചിരിക്കുക അവിശുദ്ധമായ ബന്ധങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. അവരവർ ബോധിച്ചതുപോലെ ജീവിച്ചു. ദൈവപുത്രന്മാർ മനുഷ്യപുത്രന്മാരുമായി പുത്രിമാരുമായി ബന്ധത്തിലേർപ്പെട്ടു. അങ്ങനെ ഉണ്ടായതിനെ കുറിച്ചാണ് പറഞ്ഞത് അതികായകന്മാരെന്ന് പറഞ്ഞത്. നമ്മുടെ പിള്ളേരല്ലേ അതികായകന്മാരല്ലേ. പള്ളി വന്നില്ലെങ്കിൽ ജിമ്മിൽ പോകുന്നുണ്ട്. ഈ വരുന്ന വഴിക്കെല്ലാം കണ്ടു കുഴിമന്തി. അത് മന്തി തീന്ന് കുഴി മാന്തി വരിക. 12-ാം വയസ്സ് അറ്റാക്ക്, 13-ാം വയസ്സ് അറ്റാക്ക്, 15-ാം വയസ്സ് അറ്റാക്ക്. നമ്മൾ നോക്കോളൂ. അതികായകന്മാരാണ്. നല്ല ബലമുള്ള തലമുറയാ. പക്ഷേ 10ാം ക്ലാസ് ഒരു വിഷയത്തിൽ തോക്കട്ടെ. ബികോമിത്ത് MBAക്കാണല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ ചാൻസ്. ഒന്ന് ഇന്റർവ്യൂവിന് തോക്കട്ടെ, ആത്മഹത്യ ചെയ്യുകയാണ്. പക്ഷെ നല്ല ശരീരമാണ്, കുഴിമന്തിയും ചിക്കനും എല്ലാം കഴിച്ച്. പക്ഷെ ആത്മാവിന് ബലമില്ലാത്തൊരു തലമുറ. അതുകൊണ്ടാണ് പരിമല തിരുമേനി പറഞ്ഞത് ശരീരം നോമ്പ് ഉപവാസത്താൽ ശരീരം ക്ഷീണിക്കുമ്പോൾ ആത്മാവ് വളരും. 8 നോയമ്പാണല്ലോ, കുറെ വീട്ടിൽ അമ്മമാര് മാത്രം. എന്നിട്ട് പറയും 15 നോയമ്പ് എടുത്തില്ല. ഇല്ല, തിരുമേനി പറഞ്ഞ പോലെ നോയമ്പിന്റെ സമയം ഞാൻ ഉൾപ്പെടെ, ഞാൻ ഇപ്രാവശ്യം മലപ്പുറം ഇട്ടില്ല. 8 നോയമ്പിന്റെ തലേദിവസം 31-ാം തീയതി വൈകിട്ട്, ഓഗസ്റ്റ് 30-ന് വൈകിട്ട് ഒരു അമ്മയുടെ പടം തപ്പിക്കൊണ്ടുവന്ന് DP-യിൽ അങ്ങ് പ്രദർശിപ്പിക്കും. ഇനി 8 നോയമ്പ്. 8-ാം തീയതി കഴിയുമ്പോൾ വൈകിട്ട് ഇത് മാറ്റും. 15 നോയമ്പ് തുടങ്ങും. പക്ഷെ എത്ര പേര് നോയമ്പ് എടുക്കുന്നുണ്ട്? എത്ര തലമുറ നോയമ്പ് എടുക്കുന്നുണ്ട്? അന്നേരം പറയാം, അച്ഛാ 8 നോയമ്പ് കാനോനികം അല്ലല്ലോ. 15 നോയമ്പ് കാനോനികമായിരുന്നല്ലോ. അന്നേരം പറയാം എന്നാൽ 8 വട്ടം എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാം ബലമുണ്ട്. പക്ഷേ എന്താ? ഉള്ളിൽ കാമ്പില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിവില്ലാത്തൊരു തലമുറ. ഇങ്ങനെ ദൈവബോധവും ദൈവഭക്തിയും പടിയിറങ്ങിപ്പോയൊരു കാലഘട്ടത്തിലാ ഒരപ്പൻ പറയുകയാ, ഇവൻ ആരായി തീരും? ആശ്വാസമായി തീരും. ദൈവബോധം നഷ്ടപ്പെട്ട കാലം, ദൈവഭക്തി നഷ്ടപ്പെട്ട കാലം. ഞാനിപ്പോൾ അച്ഛനോട് പറയുമായിരുന്നു, തോന്നല്ലേ, ലൈവ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ കിടന്ന് തികട്ടും. മിക്കവാറും ഈ പള്ളികളൊക്കെ ഒരിടത്ത് ചെന്നപ്പം തെക്കിൻ്റെ പരിമല, വടക്കിൻ്റെ പരിമല. എടാ, ഈ ഓരോ പള്ളിക്ക് ഓരോന്നില്ലേ? നമ്മളിങ്ങനെ ഓരോന്നങ്ങ് വിശേഷണം കൊടുക്കുകയാണ്. ഇന്നത്തെ ഒരു ഭക്തിയുടെ വചനം അങ്ങനെയാണ്.
ഞാൻ നോക്കിയപ്പോൾ ഒരു പള്ളിയിൽ 8 ദിവസം തിരുമേനിമാരാ കുർബാന. പക്ഷെ എനിക്കറിയാം ഒരെണ്ണം തമ്മിൽ മുഖത്തോട് മുഖം നോക്കത്തില്ല, എന്നും അടി ആ സ്ഥലത്ത്. പക്ഷെ 8 ദിവസം എന്തുണ്ട്, തിരുമേനിമാർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷെ അടി തീരാനായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ്. ഭക്തി കുറവാണ്. ഭക്തി ഉണ്ടാകേണ്ട സ്ഥലത്ത് നിങ്ങളുടെ നോട്ട് അച്ഛനെ നോക്കുന്നുണ്ട്, കാരണം ഇനി ഈ കത്തനാരെ വിളിക്കില്ലെന്നാ, കുഴപ്പമില്ല. ഭക്തി ഉണ്ടാകേണ്ട സ്ഥലത്ത് എന്തുണ്ടാകണം? ഭക്തി ഉണ്ടാകുന്നില്ല. നമ്മുടെ ദേവാലയങ്ങളിൽ പോലും അല്ലേ, പ്രാർത്ഥന അറിയാവുന്ന എത്ര പേരുണ്ട് നമ്മുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, ആരാധനയെ സംബന്ധിക്കുന്നവർ. മിക്കവാറും പ്രസംഗത്തിന് ചെല്ലുമ്പം ഒന്നാം തരം സന്ധ്യാനമസ്കാരം അവിടെ നടത്തുകയാണ്. പക്ഷേ ചുമതലപ്പെട്ടവരൊക്കെ അങ്ങ് വാതിക്കലൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കളിയും ചിരിയൊക്കെ ഇന്നലെ ഞാൻ നടത്തുക എല്ലാം ഉണ്ടായിരുന്നു. ചെല്ലുന്നിടത്തല്ല ഇത് തന്നെയാണ്. നിങ്ങൾ കുറച്ച് പേര് ഇതിനകത്ത് ഇന്ന് പോവേ, ഞങ്ങളിൽ അവിടെ നിൽക്കാനുള്ളവരാണ്. നമ്മുടെ പൊതു ഒരു ചിന്തയാണ്. എന്തോന്നാ ഈ ഭക്തി? ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ കമ്മിറ്റി വരെ കിടന്ന് അടിയോടടിയ രാത്രി അച്ഛനെ വെള്ളം കുടിപ്പിച്ചെന്നൊക്കെ വാട്സപ്പിൽ എഴുതി വെളിയിൽ നിൽക്കുന്നതിന് എഴുതി വിടും. 9 ആകുമ്പോൾ അച്ഛൻ പറയുന്ന ഇണ്ണിക്കാം, പ്രാർത്ഥിക്കാം. അച്ഛൻ ചൊല്ലി ശുദ്ധമുള്ള ഭാവ ശുദ്ധമുള്ള ഇരുന്നാമത്തെ കാക്കണമേ. ആ ചൊല്ലിയ അച്ഛനോട് കേട്ട ഭാവായുണ്ട്, പിന്നെ മറ്റേ അച്ഛനും കാണും, ഒരാളെങ്കിലും കാണും. ഒരെണ്ണത്തിന് പ്രാർത്ഥന അറിഞ്ഞുകൂടും. ഇങ്ങനെ ഭക്തി കെട്ടൊരു കാലം, അതേ കാലത്തിലാണ് നോഹ ജീവിച്ചത്. അവിടെയാണ് നോഹയ്ക്ക് എന്തുണ്ടായെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നാം ചിന്തിക്കുന്നത് നോഹയ്ക്ക് ദൈവകൃപ ലഭിക്കാനുള്ള 3 കാരണങ്ങളെ പറ്റിയാണ്. ഒന്ന്, അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചവനാണ് നോഹ. അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചു. ഈ ആത്മാവബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്മൾ ഓർത്തഡോക്സുകാരെ സംബന്ധിച്ചാൽ ഈ മിണ്ടാമടത്തിൽ നിന്ന് വന്നിരിക്കുന്ന പോലെ പൊതുവെ പ്രസംഗത്തിനും കുർബാനയ്ക്കും വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടി ഇപ്പം മാസ്ക് കൂടെ വെച്ചാൽ അടച്ചു വെച്ചേക്കും എല്ലാവരും, അതുകൊണ്ട് ഒന്നും കേൾക്കുന്നത്. ആത്മാവബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴത്തെ നമ്മുടെ ഒരു വലിയ പ്രഹസനം എന്താണെന്നറിയാമോ? ഞാൻ ചോദിച്ചു, അമ്മാമേ മോനെ പിള്ളേർ മദ്ബായിക്ക് അറിയപ്പോൾ ആളില്ല വലിയ പള്ളിയിൽ പോലും. എൻ്റെ പള്ളിയിലൊന്നും ഇല്ല. അച്ഛാ, അവന് മലയാളം അറിഞ്ഞുകൂടാ. പക്ഷെ അവൻ കറ്റാണത്താണ് ജനിച്ചത്. ലണ്ടനിൽ ജനിച്ചവന് മലയാളം അറിയാം, കറ്റാണത്ത് ജനിച്ചവൻ എന്തറിഞ്ഞുകൂടാ? മലയാളം. നമ്മുടെ വലിയൊരു പൊങ്ങച്ച സംസ്കാരമാണ് മലയാളം. ഈ ആത്മാവബോധം പറഞ്ഞാൽ എന്തുവാ വാക്കിൻ്റെ അർത്ഥം? അമ്മ രാവിലെ ഞായറാഴ്ച കിടന്ന് ഉറങ്ങുന്ന ചെറുക്കനോട് എന്ന് പറഞ്ഞ, ചെറുക്ക ഇന്നിറ, ഇന്ന് ഞായറാഴ്ചയാണ്, നീ പള്ളിയിൽ പോകണം. കാരണം എന്താ? തിങ്കളാഴ്ച പോയ പറ്റത്തില്ലേ? ഇന്ന് ഞായറാഴ്ച, നീ ക്രിസ്ത്യാനിയാണ്, നീ എവിടെ പോകേണ്ടവനാ? ദേവാലയത്തിൽ പോകേണ്ടവനാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നീ ആരാണെന്നുള്ളൊരു ബോധം. ആത്മാവബോധം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്നുള്ള ബോധമാണ്. അത്രയും ഞാനീ പറഞ്ഞ അധപ്പതിച്ച ലോകത്തിൽ, കാലഘട്ടത്തിൽ, ഒരു വിശ്വാസിക്ക് ജീവിക്കുവാൻ കഴിയാത്ത കാലഘട്ടത്തിൽ നോഹ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചു. നമ്മൾ ഈ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരാ നമ്മളെല്ലാവരും, അല്ലേ? ന്യൂനപക്ഷം ആകുന്നവന് ജീവിക്കാൻ വഴിയില്ല. ന്യൂനപക്ഷമാകുന്നവന് മുന്നോട്ട് പോകാൻ ഗതിയില്ല. നിലപാടുള്ളവർ പറ്റത്തില്ല. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ പള്ളിയുടെ ശുശ്രൂഷകളിൽ പോലും നിലപാടുള്ള വൈദികന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം ഭൂരിപക്ഷത്തോട് ചേർന്ന് പോകുന്നവരാണ്. തെറ്റാണെന്ന് പറയാൻ ആർജവം കാണിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ്. പക്ഷെ നോഹ എന്താ ചെയ്തത്? ചുറ്റുപാടുകൾ മുഴുവൻ മ്ലേച്ഛതയോട് സമരസപ്പെടുമ്പം ഈ മനുഷ്യന് ബോധമുണ്ട്, ഞാൻ ആരാണെന്നുള്ള ബോധ്യം. അതുകൊണ്ടാണ് 2 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും വംശവും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ നിയോഗമുണ്ട് നമുക്ക് ജീവിതത്തിൽ. അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ, നമ്മൾ ഇഷ്ടപ്പെട്ടതോ നമ്മൾ ആഗ്രഹിച്ച ജീവിതം ഒന്നും അല്ല ജീവിക്കുന്നത്, അല്ലേ? അല്ലോ ആണോ? ഭാര്യ ഭർത്താവിടെ വഴക്കിടം പറഞ്ഞില്ല, നിന്നെക്കാട്ടി ഒന്നാന്തരം ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരുത്തി എനിക്ക് ആലോചിച്ച കാടി, അവസാനം നീ ആടാ വരാനുള്ളത്. ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്. ആ വരാനുള്ള ആളിനെ ദൈവം അമ്മയുടെ ഉദരത്തിൽ മുതലേ, ഗലാത്യലേഖനത്തിൽ ഉൾപ്പെടെ വെച്ചിരിക്കുന്നു, ഉദരം മുതലേ ദൈവം കണ്ടുവച്ച ആളിനെയാണ്. അത് ജീവിതത്തിന്റെ നിയോഗമാണ്. ഉള്ളത് വിളമ്പിയത് ഭക്ഷിക്കാന്ന് പറയും. ഉള്ളതിൽ സംതൃപ്തിയോടെ ദൈവബോധത്തോടു കൂടി ജീവിക്കുക, ദൈവനിയതമായ പരിധിക്കുള്ളിൽ ജീവിക്കുക എന്നുള്ള ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്. നമുക്കിന്ന് പരിധിയും പരിമിതിയും ഒന്നുമില്ല, ഞാൻ ഉൾപ്പെടെ പറയുന്നത്. ദൈവനിയതമായൊരു പരിധിയുണ്ട് നമുക്ക്. ലോകം പോകുന്ന പോലെ പോകാനുള്ളതല്ല, ലോകം ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കാനുള്ളതല്ല. അതുകൊണ്ട് അവന് കൊടുത്തിരുന്ന നാമം എന്താ? അവൻ നേരുള്ളവനും നിഷ്കളങ്കനുമാണ്. ആരെക്കുറിച്ച് പറയുകയാ? നോഹയെക്കുറിച്ച്.
സത്യം പറഞ്ഞാൽ നിഷ്കളങ്കത ഏറെ ചൂഷണം ചെയ്യപ്പെടും. നിഷ്കളങ്കൻ നമ്മൾ പറയത്തില്ലയോ അവനോ ഒരു നിർഗുണനാ ഇല്ലയോ, പറയത്തില്ലയോ അവൻ നന്മയെക്കാട്ടി ഏറെ എന്താ ചെയ്യുന്നത്, ദോഷം. അവനെയും കൊണ്ടൊരു കഴമ്പൂല, അവനൊരു പാവം പിടിച്ചവൻ, നമ്മൾ പറയത്തില്ലേ. ഈ നിഷ്കളങ്കത ചൂഷണം ചെയ്യപ്പെടും. നിഷ്കളങ്കന്മാരാണ്, ഇന്നസെൻസ് ഈസ് ഇഗ്നറൻസ്. എന്താ ഈ നിഷ്കളങ്കതയാണ് ചൂഷണം ചെയ്യപ്പെടുക. പക്ഷെ നോഹൻ നിഷ്കളങ്കനാണ്. നിഷ്കളങ്കന്മാരെ ഏതിനോടോ ചേർന്ന് പോകുന്ന ചിന്ത അല്ലേ, ആർക്കും ദോഷം വരരുത്, അങ്ങനെയാ ചിന്തിക്കുന്നത്. പക്ഷേ ഇവനെക്കുറിച്ച് പറയുക അവൻ നേരുള്ളവനും നിഷ്കളങ്കനുമാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവന്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. നേരോടെ ജീവിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാവും. പക്ഷെ നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവന്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവും. ഞാൻ ആരാണെന്നുള്ള ബോധ്യം ഇന്ന് വൈദികനായ ഞാൻ ഉൾപ്പെടെ, ഞങ്ങൾക്കല്ല ഉൾപ്പെടെ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ട എന്താ, കാലത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിനോട് ചേർന്ന് ഒഴുകിപ്പോകുക എന്നുള്ളതാണ്. പക്ഷെ നോഹ ഓർത്തോളുക, മ്ലേച്ഛമായ ഇടം, ഒരു വിശ്വാസിക്ക് അനുകൂലമല്ലാത്ത സ്ഥലത്തിലാണ് ജീവിക്കുന്നത്. അവിടെ അവൻ ഭൂരിപക്ഷത്തോട് സമരസപ്പെടാതെ ഒറ്റയ്ക്ക് ആ ദൈവ വഴിയെ നടക്കുവാൻ അവൻ താല്പര്യപ്പെട്ടു. ഈ വേദപുസ്തകത്തിൽ ഈ ആത്മാവബോധമുള്ളവരെ കുറിച്ചൊരു 3 ഗുണം പറയുന്നുണ്ട് അവർ. ഒന്ന്, നിലനിൽക്കുന്ന മറ്റൊരു ലോകത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് അവർ. നിലനിൽക്കുന്ന മറ്റൊരു ലോകത്തെക്കുറിച്ച് ബോധ്യം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, നമ്മുടെ പൗരത്വം എവിടാന്നാ പറഞ്ഞേ? സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം. നമ്മൾ ഓർത്തു നോക്കിക്കൊള്ളുക, ഇവിടെ ഈ നാട്ടിൽ ഉപേക്ഷിച്ചു പോകേണ്ട കാര്യങ്ങളെ ചൊല്ലിയ ഞാൻ ഉൾപ്പെടെ 90% ആളുകളും ഏറ്റവും കൂടുതൽ വഴക്കിട്ട് നിൽക്കുന്നില്ലയോ? ഇപ്പോൾ ഒന്ന് ആലോചിച്ച്, പള്ളിക്കകത്തിരുന്നോണ്ട് ചേട്ടനുമായിട്ട് വഴക്കിട്ട് എന്തിനാണ്, അനിയനുമായിട്ട് വഴക്കിട്ട് എന്തിനാണ്, അല്ലേ? അച്ഛനുമായിട്ട് വഴക്കിട്ട് എന്തിനാണ്? അച്ഛൻ 3 വർഷം ഇരുന്നിട്ട് അച്ഛനങ്ങ് പോകും, അല്ലേ? നമ്മൾ എന്തോനു വേണ്ടി വഴക്കിട്ടത്? ഒന്ന് ഒരു പേപ്പറിൽ എഴുതി വെച്ച് നോക്കിയേ. ഈ ലോകത്തിൽ ഉപേക്ഷിച്ചു പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. എനിക്കറിയാവുന്ന ചേട്ടനും അനിയനും നല്ല ഒന്നാന്തരം മതിൽ കെട്ടി, രണ്ടുപേരും മിണ്ടിയിട്ടില്ല. മിണ്ടാത്തതിൻ്റെ കാരണം ഏഷ്യൻ അപ്പെക്സ് പെയിന്റ് മതിൽ പെയിന്റ് അടിച്ചാണ്. പക്ഷെ കൂഴച്ചക്ക വീണ് സ്ഥിരമായും മതിലിൻ്റെ മണ്ടയ്ക്ക്. അനിയനോട് പറഞ്ഞ് വെട്ടിത്തരാൻ പറഞ്ഞ് വെട്ടിയില്ല. പക്ഷെ ചേട്ടൻ മരിച്ചിട്ട് അനിയൻ അവിടെ കയറിയില്ല. മെത്രാപ്പോലിത്തെ അടക്കിയത്, പക്ഷെ ചേട്ടൻ മരിച്ചിട്ട് അനിയൻ അവിടെ കയറിയില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ചക്കയെക്കുറിച്ച് വാചാല മനുഷ്യൻ മരിച്ചപ്പോൾ പെട്ടി പൊക്കി അവസാനം ചക്കയങ്ങടെ കൂഴച്ചക്കങ്ങടെ വെച്ച് അടച്ചാണോ മേപ്പോട്ട് വിട്ടത്? ആണോ? അല്ല. നമ്മുടെ ചിന്ത അങ്ങനെയാണ്. ഈ ലോകത്തിലുള്ളത്, എൻ്റെ കറ്റാണത്തിനടുത്ത് എൻ്റെ ഒരു കസിൻ മരിച്ചു. ഈ ബൈ റോഡാണ്, ഒറ്റ വണ്ടി മാത്രമേ പോകുള്ളൂ. ഞാൻ അടക്കത്തിന് പോകാൻ വേണ്ടി രാവിലെ 10 മണിക്ക് വീട്ടിലെ ശുശ്രൂഷയാണ്. അടക്കത്തിന് പോകാൻ വേണ്ടി കാറെടുത്ത് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അപ്പുറം എല്ലാം ഓർത്തഡോക്സുകാരുടെ കോട്ടയാണ് സ്ഥലം താമസിക്കുന്നിടത്ത്. ആ പോകുന്ന വഴിക്ക് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരൊറ്റ സ്ഥലമില്ല, എല്ലാ വീടും ഗേറ്റ് അടച്ചിട്ടേക്കുക. ഞാൻ ഇച്ചിരി ദൂരെ ഇല്ല കുരിശുമുണ്ട് അവിടെ, അതിൻ്റെ അപ്പുറത്ത് ദൂരെ ഒരു LP സ്കൂളിൻ്റെ അവിടെ കൊണ്ട് വണ്ടി ഇട്ടേച്ച് നടന്ന് വരിക. കുപ്പായൊക്കെ ഇട്ട് നടന്നിങ്ങനെ വരും. നടന്നു വന്നപ്പോൾ തൊട്ടടുത്ത വീട് പെനിയേലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല മതിൽ, ഇൻ്റർലോക്ക് ഇട്ട മുറ്റം, ഒരു 5-6 വണ്ടി അവിടെ ഇടാം. നമ്മളിപ്പോൾ ഒരു പരിപാടി ഉണ്ടല്ലോ, വീട് വെച്ച് ആദ്യം മതിലാണ് കെട്ടുന്നത്. 12 അടി പൊക്കത്തി മതിൽ കെട്ടി വലിയ ഗേറ്റ് ഇങ്ങനെ കുരിശാകൃതി പള്ളിയുടെ കൂട്ടി ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ കൂമ്പിച്ച് വെച്ച്, ഞാനും അങ്ങനെ ചെയ്തേക്കുന്നത്. ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ബോർഡ്, ബി വെയർ ഓഫ് ഡോഗ്, നായയുണ്ട് സൂക്ഷിക്കും. ഈ മനുഷ്യൻ ഈ റോഡും ഈ മതിലും ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കോൺക്രീറ്റും ചെയ്തിട്ട് അപ്പുറം ഇപ്പുറം ഓരോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കമ്പി വെച്ച് അതിനകത്തോടെ ചങ്ങലയിട്ടേക്ക്. അവിടെ കൺജസ്റ്റഡ് ആണ്, സ്കൂട്ടറൊക്കെ ഇരിക്കും. ഒരു മനുഷ്യന് അതുവഴി വണ്ടി പോകാൻ പറ്റുന്നില്ല. നമ്മൾ എഴുതി വെക്കല്ലോ ഫ്രണ്ടിൽ, പിന്നെ ഫാദർ ഷിജി ഗീവർഗീസ് കോശി LKG UKG പ്രീ ഡിഗ്രി തോറ്റു, ഡിഗ്രി PG MB കുറേ നമ്മളങ്ങ് എഴുതി, അങ്ങനെ എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട്. വീട്ടുപേര് പെനിയല്ലെന്നോ. പക്ഷേ വൈകിട്ടിരുന്ന് വേദോസ്തം എടുത്തിട്ട് പാടും, എൻ്റെ ദേശം ഇവിടെയല്ല, ഈ ദേശം ശാശ്വതമല്ല, എനിക്കായിട്ട് ഒരുക്കിയിടുന്നു എവിടാ? അവിടെ. കയ്യിലിരിപ്പ് മുഴുവൻ ഇവിടുത്തേതും പാട്ട് മുഴുവൻ എവിടുത്തേതുവാ? മേളിൽ ഒരുക്കിയിടുന്നതാണ്. അത് ഒരു കാര്യം ഓർത്താൽ മതി. വേദോസ്തത്തിൽ പറയുന്നുണ്ട്, ഇവിടെ ഒരാളെ കരുതുവാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ, ആത്മീയത്തിന് കുറെ പ്രാർത്ഥിച്ചൊക്കെ സെക്കൻഡറി. ഏതച്ഛന്മാരും ഞാൻ വിശ്വസിക്കത്തില്ല, പ്രാർത്ഥനയൊക്കെ സെക്കൻഡറിയാണ്. നീ ഒരാളെ കരുതുവാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ നിന്റെ ആത്മീയത വ്യർത്ഥമാണ്.
ഒരാടെ കണ്ണീരൊപ്പാൻ സാധിച്ചില്ലെങ്കിൽ, അതുകൊണ്ടല്ലേ നല്ല ശമരിയക്കാരൻ ഉപമ പറയുന്നു. ശിഷ്യന്മാർ പോയിട്ട് വന്ന് വീര്യപ്രവർത്തനോട് പറഞ്ഞു, ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അറിയുന്നില്ല. കാരണം നഗ്നനായിരുന്നു, പരദേശിയായിരുന്നു, ദാഹിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു. ഉത്തരവെന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരാളെയും കൂടി കരുതുവാൻ സാധിക്കുന്നത് ആത്മീയത. നിലനിൽക്കുന്ന മറ്റൊരു ലോകത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും ആത്മാവബോധമുള്ളവർക്ക്. രണ്ടാമതായിട്ട് തിന്മയോട് സന്ധി ചെയ്യാതിരിക്കാനുള്ള കരുത്തുണ്ടാകും. തിന്മയുടെ നടുവിൽ നിൽക്കേണ്ട വരും. അത് തുമ്പോണിരുന്നാലും, ബാംഗ്ലൂർ പോയാലും, ജർമ്മനി പോയാലും, UK പോയാലും ഒരേ ബോധ്യം, തിന്മയോട് സന്ധിയായിരിക്കുള്ള കരുത്ത്. നമുക്കറിയാം, മർത്തശ്മുനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒരക്ഷരം പോലും ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ തന്നെ അങ്ങ് പറയാം. ഒരമ്മ 7 മക്കളും. മക്കാബിയുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിലാണ് പറയുന്നത്. യഹൂദർക്ക് നിഷിദ്ധമായ പന്നിമാംസം ഉൾപ്പെടെ കഴിക്കാൻ പറഞ്ഞു. ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറാനാ രാജാവ് പറയുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്, ചുരുക്കം പറയാൻ. ഓരോ മക്കളെയും പിടിച്ച് വറച്ചട്ടിയിൽ ഉൾപ്പെടെയിട്ട് വറുത്ത് ഓരോ മക്കളും മരണത്തിലേക്ക് പ്രവേശിക്കും. ഓരോ മക്കളുടെ മരണം കഴിയുമ്പോൾ അമ്മയുടെ മുമ്പിലാണ് മരിക്കുന്നത്. മരണം കഴിയുമ്പോഴും രാജാവ് ചോദിക്കുന്നുണ്ട്, ഇനിയും നിനക്ക് അവസരമുണ്ട്. ഓഫറുകളുടെ പെരുമഴക്കാലം വെച്ച് നീട്ടുന്നത് രാജാവ്. 6 മക്കളും മരിച്ചു. ഒരു അമ്മയുടെ മുമ്പിൽ ദാരുണമായി അംഗങ്ങൾ ഛേദിച്ചെറിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് വ്യാഴാഴ്ച ശീമ നമസ്കാരത്തിലെ പാട്ടുണ്ട്. നാഥാ നിൻ പേർക്കായി പീഡകൾ ഏൽക്കുന്നു ഞങ്ങളെന്ന് പറഞ്ഞ അവിടെ എഴുതി വെച്ചിരിക്കും സഹോദരന്മാരെ പറ്റി. 6 എണ്ണത്തിനെയും വകവരുത്തി. 7-ാമത്തെ മോൻ്റെ മരണം അടുക്കാറായപ്പോൾ ആ മകനെ പിടിച്ചു നിർത്തിയപ്പം രാജാവ് വീണ്ടും ഓഫർ കൊടുത്തപ്പോൾ അമ്മ പറയുന്ന വാക്കാ മക്കാബിയുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 21-ാം വാക്യം, എൻ്റെ മകനെ, എൻ്റെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കിയത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ നിയമത്തെ പ്രതി നീ ജീവൻ ഹോമിക്കുന്നുവെങ്കിൽ 2-ാമത്തെ വരവിൽ അവൻ വന്ന് ജീവൻ നൽകിക്കൊള്ളും. ഒരമ്മ മകന് പങ്കുവെച്ചു കൊടുത്ത ബോധ്യമാ, വിശ്വാസത്തിന്റെ ബോധ്യമാ. എന്താ മോനെ, ദൈവമാ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ എഴുതിയത്, ഉദരഫലം ദൈവത്തിന് ദാനമാണ്. ദൈവമാണ് ഉദരത്തിലാക്കിയത്. ആ ദൈവത്തിന്റെ നിയമത്തെ പ്രതി, ദൈവത്തെ പ്രതി നീ ജീവൻ ഹോമിക്കുന്നുവെങ്കിൽ 2-ാമത്തെ വരവിൽ അവൻ നിനക്ക് ജീവൻ നൽകിക്കൊള്ളും. ഒരമ്മ പങ്കുവെച്ചു കൊടുത്ത പാഠം. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥൽ അഭയം പ്രാപിക്കുക ഒരു കാര്യം ബോധ്യം ഉണ്ടാകണം, ഒരമ്മയുടെ നിലപാട് തീർച്ചയായും തലമുറകളെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് മാതൃരാജ്യം, മാതൃഭാഷ എന്നൊക്കെ പറയുന്നത്. അമ്മയുടെ നിലപാടാണ് സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് എബ്രഹാം ലിങ്കൻ പറഞ്ഞ, ഞാൻ വായിച്ചറിഞ്ഞ ഏറ്റവും നല്ല പുസ്തകം എൻ്റെ അമ്മയായിരുന്നു. അമ്മയുടെ നിലപാട്. കന്യക മറിയാം പറഞ്ഞു, 12-ാം വയസ്സ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, വരും വരാഴികളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, ലെറ്റ് ഇറ്റ് ബി ഡൺ, നിന്റെ ഇഷ്ടമെന്ന് നിറവേറട്ടെ. 33 വർഷം കഴിഞ്ഞപ്പം ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ച് സങ്കടത്തിന്റെ രാവും പകലും കഴിഞ്ഞു പോയ ആ സമയത്ത് കർത്താവ് പറയുകയാ, പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. അമ്മ ഏറ്റെടുത്ത വചനത്തെ ഈ മകനെ ഉള്ളിൽ ധരിക്കുമ്പോൾ അമ്മ പറഞ്ഞ വാക്ക്, ഗർഭാവസ്ഥയിൽ പറഞ്ഞ വാക്ക് 33 വയസ്സ് കഴിഞ്ഞപ്പോൾ ജീവിതത്തിന് ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മകൻ പറയുക, എന്താ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. നിലപാടുകൾ, തിന്മയോട് സന്ധി ചെയ്യാതിരിക്കാനുള്ള കരുത്ത്. 3, അപകടകരമായ ധൈര്യം പുലർത്തുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവർ. ഓർത്തു നോക്കിയേ, മുഴുവൻ എണ്ണവും ആത്മീയത, ലഹരിയുടെ ഒരു സംസ്കാരത്തിലാണ് അല്ലേ? നമുക്കറിയാം 31-ാം തീയതി നമ്മൾ വലിയ പ്രാർത്ഥനയോടെ, ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, 31-ാം തീയതി ഇവിടെ ധ്യാനമുണ്ട്, സെമിനാരി മിഷന് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ. നമ്മൾ സന്ധ്യ മുതലേ പാട്ടൊക്കെ പാടി സെമിനാരിക്കാരുടെ ധ്യാനമൊക്കെ കേട്ട് പ്രസംഗമൊക്കെ കേട്ട് കറക്റ്റ് 12 മണിക്ക് വിശുദ്ധ കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിച്ച് മണിയടിച്ച് അന്നേരം കൈകൂപ്പി നിൽക്കുന്ന ആ പുതിയ വർഷത്തെ വരവേൽക്കുകയാണ് അല്ലേ? അതേസമയം എത്ര എണ്ണോ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഗോവ ബീച്ചിലൊക്കെ ഇതിനു വേണ്ടി 1-ാം തീയതി വരവേൽപ്പാൻ എത്രയെല്ലാം കോമാളിത്തരത്തിന് ആഘോഷിക്കാൻ പോകുന്ന എത്ര പേരുണ്ട്. ഇതുപോലെ ജനം ചുറ്റുപാട് നിന്ന് മുഴുവൻ ആഘോഷിക്കുമ്പോൾ ഒരു മനുഷ്യൻ അപകടകരമായ ധൈര്യം. കാരണം എല്ലാവരും ലോകത്തിന്റെ വഴിയെ പോയപ്പോൾ ദൈവത്തിന്റെ വഴിയെ നടക്കാൻ, ഒറ്റപ്പെട്ട് നടക്കാൻ അവൻ താല്പര്യമെടുത്തു. ചിലപ്പം പണ്ട് കാലത്തെ, ഇപ്പോഴില്ല, പണ്ട് ഈ പരാതി എന്നുള്ള കാലഘട്ടത്തിൽ ദുഃഖവെള്ളിയാഴ്ച 2:30-ക്ക് കുരിശെ കുമ്പിടുന്ന ചില അച്ചായന്മാര് എല്ലാ പള്ളിയിലും 1-2 കാണും. അന്ന് മാത്രം വരുന്ന ആൾക്കാർ കാണും. അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് അമ്മ രാവിലെ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പച്ചവെള്ളം പോലും കുടിക്കാതെ, ഈ അമ്മ ഇന്നത്തെ പോലെ കാറും സ്കൂട്ടറും ആക്റ്റീവോ ഒന്നുമില്ലല്ലോ, അമ്മ രാവിലെ പള്ളിയിലോട്ട് ഇറങ്ങി പുറപ്പെടും. ലങ്ങരില്ല വൈകിട്ട് ഇതൊക്കെ ഇല്ല
ബോധമില്ലാതെ കിടന്നതിൻ്റെയൊക്കെ ഹാങ് ഓവർ ഇണ്ണിച്ച് വരുന്നുള്ളായിരിക്കും പുള്ളിക്കാരൻ. അപ്പം അമ്മ പോകുമ്പോൾ അമ്മയോട് ആദ്യത്തെ ചോദ്യമാണ്, നീ ചെന്നിട്ട് വേണോടി പള്ളി തുറക്കാൻ, നീ ആണോടി അവിടെ മെഴുകുതിരി കത്തി, നീ ആണോടി കുർബാനയില്ലെന്ന് ചില മനുഷ്യൻ ചോദിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരു അമ്മ നടന്ന അനേക അമ്മമാർ നടന്നിട്ടുണ്ട്. അപകടകരമായ ധൈര്യമാത്. പക്ഷെ ആ അമ്മയെ ഓർത്തിട്ട് ദൈവം അവരുടെ തലമുറകളുടെ മേൽ അനുഗ്രഹങ്ങളെ വർഷിച്ചിട്ടുള്ളത്. ആ അമ്മയുടെ നടപ്പ. ഒരു വീട്ടിൽ ഒരാൾ തിരുത്തപ്പെടുന്ന ഒരാളുണ്ടായാൽ മതി, തിരിച്ചറിവുള്ള ഒരാളുണ്ടായാൽ മതി. ആ ആളെ പ്രതിയാ ദൈവ ഭവനത്തെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ വീട് കൂതാശയ്ക്ക് നമുക്ക് അന്നേരം വലിയ ചിന്തയില്ല. വീട്ടുടമസ്ഥനെ കൊണ്ട് വെള്ളം പിടിപ്പിച്ചിട്ട് ഇവിടെ ഇപ്പുറത്ത് നിന്ന് അച്ഛൻ ഏവങ്കേലിയം വായിക്കും, ലൂക്കോസ് സുവിശേഷം. എൻ്റെ ഇടയ്ക്ക് വെച്ച് അച്ഛൻ കുരിച്ചിങ്ങനെ കാണിക്കും, ഇവൻ മുഖാന്തരം ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. സക്കായി ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ചു, കൂടെ നിന്നു. നോക്കിയപ്പോൾ നീളമൊന്നുമില്ല, അതല്ല പ്രശ്നം. ഇവന്മാരുടെ ഈ രീതി പോയാൽ ഈ ആത്മീയതയെ ഇപ്പം അവനെ കാണാൻ പറ്റത്തില്ല. അല്പം അങ്ങോട്ട് ഒരു പടി ഉയരണം, കയറി മരത്തിൻ്റെ മുകളിൽ. പക്ഷേ കാണാൻ കയറിയവനെ തമ്പുരാൻ അവനെ കണ്ടു. തമ്പുരാൻ കണ്ടു കഴിഞ്ഞ പിന്നെ സക്കായിക്ക് അവൻ്റെ സമ്പത്തിനെ കുറിച്ചല്ല, അവൻ്റെ കണ്ണി മുഴുവൻ വഞ്ചിക്കപ്പെട്ട ജീവിതങ്ങളെ കുറിച്ചാണ് വന്നത്, വഞ്ചനകളെ കുറിച്ചാണ് വന്നത്. ഓർക്കണം, നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ യഥാർത്ഥമായി അറിഞ്ഞെങ്കിൽ ജീവിതത്തിൻ്റെ കുറവുകളെ കുറിച്ചാണ് നമുക്ക് ആദ്യം ബോധ്യം ഉണ്ടാകുക. സക്കായി കണ്ടത് അവൻ ഉണ്ടാക്കി വെച്ച സമ്പത്തല്ല, ക്രിസ്തുവിനെ കണ്ടപ്പം മുതൽ വേറെ ഒന്നും അവൻ്റെ കണ്ണിൽ കാഴ്ചകളില്ല, മറിച്ച് അവൻ്റെ കുറവുകളാണ്. തമ്പുരാനെ 4 ഇരട്ടിയായി മടക്കി കൊടുക്കുവാൻ തയ്യാറാവുകയാണ്. അപകടകരമായ ധൈര്യമാണ് അവൻ പുലർത്തുന്നത്. ഒന്ന്, അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചു. പെട്ടകത്തെക്കുറിച്ച് ഒരു 50 മണിക്കൂർ പറയാനുള്ള തിയോളജി കിട്ടണം, അതൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. നോഹയോട് പറഞ്ഞു, 6-ാം അധ്യായം വായിക്കുമ്പം നോഹയോട് ദൈവം പറഞ്ഞു, നോഹെ ഒരളവ് കൊടുത്തു, ഇത്ര മുഴം നീളം, ഇത്ര വീതി, ഇത്ര ഉയരം. അവിടെ എഴുതി വെച്ചിരിക്കുന്ന 6-ാമത് 22-ാം വാക്യം, യഹോവയാം ദൈവം പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഈ പറഞ്ഞതുപോലെ ചെയ്തെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയല്ല, അങ്ങനെ തന്നെ അവൻ ചെയ്തു. രണ്ടാമത്തെ എന്താണ് ചോദിച്ചാൽ, ദൈവ കൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തിയവനാണ് നോഹ. കാരണം നോഹയ്ക്ക് മക്കളുണ്ടായത് 500-ാം വയസ്സിലാണ്. ചിന്തിക്കരുത് 500-ാം വയസ്സിലൊക്കെ എങ്ങനെ മക്കളുണ്ടായത്. അന്നത്തെ 500, ഇന്നത്തെ 25 ഉള്ളൂ. മനുഷ്യന്റെ കയ്യിലിരിപ്പ് മോശമായപ്പോൾ ദൈവം ഈ ആയുസ് അങ്ങ് ചുരുക്കി 7, 10, 70, ഏറെ ആയാലും 80. എന്നിട്ട് പറഞ്ഞു, നീ ഇനിയും വേദനയോട് മരണം. ഇവിടെ ഇഷ്ടം പോലെ മരണങ്ങളൊക്കെ ശുശ്രൂഷ നിങ്ങൾ കേൾക്കുന്നില്ലയോ? വേദനയോട് സുതരെ പ്രസവിച്ചിടുന്ന് പറഞ്ഞുകൊണ്ട് ശവസംസ്കാരത്തിൽ പാടുന്നുണ്ടല്ലോ. മനുഷ്യന്റെ അരുതായ്മ വർദ്ധിച്ചപ്പോൾ ദൈവം ആയുസ് കുറച്ചിട്ട് പറഞ്ഞു, നീ ഇനി ഉപജീവനം കഴിക്കും, മുഖത്തെ വേർപ്പോണ്ട് ഉപജീവനം കഴിക്കും, നീ ഇനി ദുരിതത്തിൽ, നീ വേദനയോട് മക്കളെ പ്രസവിക്കും. 500-ാം വയസ്സിൽ മക്കളുണ്ടായി. 100 വർഷക്കാലം നോഹ പ്രസംഗിച്ചു ആ ദേശത്ത്. ഒരൊറ്റ മനുഷ്യൻ കേട്ടില്ല നോഹയുടെ പ്രസംഗം. കാരണം എന്താ അറിയാവും? മഴ എന്താണെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിലാണ് നോഹ പ്രസംഗിക്കുന്നത് മഴ പെയ്യുമെന്ന്. 2018 ഇവിടെ അന്നിരുന്ന അച്ഛനെ എനിക്ക് ഓർമ്മയില്ല. ആ അച്ഛൻ പറയുക, ഞായറാഴ്ച തുമ്പോങ്കാരെ 2019 കൊറോണ എന്ന് പറയുന്ന സാധനം വരും. കൈമുത്തി ഇറങ്ങി പറയും, കത്തനാർക്ക് വട്ടാണോ കൊറോണയോ അല്ലേ? പക്ഷെ കൊറോണ 3 വർഷം ഇങ്ങനെ നിന്നില്ലേ? കൊറോണ ഞാൻ കാണുന്നത് റെമ്പൂട്ടാൻ കാണുമ്പോൾ കൊറോണയാണ് എൻ്റെ ഓർമ്മ. കാരണം അതിൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്നു. പടം ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ, സാധനം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് വരുകയും ചെയ്തു, നമ്മൾ ഓർത്ത് നോക്കിക്കൊള്ളുക. പക്ഷെ അങ്ങനെ മഴ എന്താണെന്ന് അറിയാത്തൊരു തലമുറയോടാണ് നോഹയോട് പ്രസംഗിക്കാൻ പറഞ്ഞ. എന്താ? മഴ പെയ്യാൻ പോവുകയാണ്. മഴയുടെ ലാഞ്ചന പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ മഴ പെയ്യാൻ പോകുന്നു. വൈകാതെ വലിയ പ്രളയമുണ്ടാകും, നീ പെട്ടകം പണിഞ്ഞുണ്ടാക്കണം. നോഹ 100 വർഷം നടന്ന് പ്രസംഗിച്ചു. ഒരു മനുഷ്യൻ പോലും പ്രസംഗം കേട്ടില്ല. പക്ഷെ ആര് കേട്ടെന്നറിയാമോ? നോഹയുടെ ഭാര്യയും പിള്ളേരും കേട്ടു. നോഹയുടെ ഭാര്യയും മക്കളും ഒക്കെ കേട്ടു. അതാകാം ഒരുപക്ഷെ എഴുതി വെച്ചത് 128-ാം സങ്കീർത്തനം 1-ാം വാക്യം. എന്താ? യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, ദീർഘായുസ്സുണ്ടാകും. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്ക് ഒലിവതൈ പോലെ ഇരിക്കും. ഇങ്ങനെ യഹോവ ഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെടും. നീ സിയോന്റെ നന്മകൾ കാണും. നമുക്കിപ്പോൾ സിയോന്റെ നന്മയൊന്നും കാണണ്ട, നമ്മുടെ കുടുംബത്തിന്റെ നന്മ കണ്ടാൽ മതി. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുക. ഇന്ന് ലോകത്തിന്റെ വഴികളിലാണ് ഞാൻ ഉൾപ്പെടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ പഠിപ്പിക്കുന്ന ലോകത്തിന്റെ വഴികളിലേക്കോ. പക്ഷേ ദൈവത്തിന്റെ വഴികളിൽ ആനന്ദം കണ്ടെത്തുന്നവരുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും, അവൻ ഓർത്തു വെക്കും. അതിന്റെ ബാക്കി പത്രമാ നോഹ. നമുക്കറിയാം,
ബാബേൽ പ്രവാസത്തിലേക്ക് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പം ദാനിയേലിനെയും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുന്നു അല്ലേ, ചെറുപ്പക്കാരാ. നമ്മൾ ഏറ്റവും പ്രാർത്ഥിച്ച് എന്നും കുരിശുമൂട്ടി മെഴുതിരി കത്തിക്കുന്ന നമുക്ക് എന്നും ചിലപ്പോൾ ഓർക്കാപ്പുറത്ത് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മരണം ഉണ്ടാകുമ്പോൾ ചിലരൊക്കെ പറഞ്ഞ് ഇനി അച്ഛൻ മെഴുതിരി കത്തിക്കാൻ പോകത്തില്ല, പള്ളി വേണ്ട, ഇനി ഉപവാസമില്ല, നോമ്പില്ല, ഇനി പള്ളിയിലോട്ട് ഞങ്ങൾ വരുത്തേയില്ല. സങ്കടം കൊണ്ടാണ് കേട്ടോ, ബലഹീനത കൊണ്ടാണ്. അവരുടെ ആ ഒരു എക്സ്ട്രീമിറ്റിയിൽ അവർ പറയുന്നതാ, ദൈവത്തെ മാത്രം ഇത്രയും വിളിച്ച് ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത്. ഒന്ന് ഓർത്ത് വയ്ക്കാം, മര്യാദയ്ക്ക് ജീവിച്ച് ഈ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നത്? പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ന്യായമായും ദൈവത്തെ മറക്കാൻ ന്യായമുണ്ടല്ലേ. പക്ഷെ 1-ാമത് 8-ാം വാക്യത്തിൽ ദാനിയേൽ പറയുകയാ, രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഭോജനം കൊണ്ടും ഞങ്ങൾ തന്നെത്താൻ അശുദ്ധമാകാൻ. ഓർക്കണം, 4 പിള്ളേരാണ്, ദാനിയേലാണ്. ഇന്നത്തെ പോലെ പിള്ളേരെവിടെ പോയെന്ന് അറിയാൻ ഗൂഗിൾ മാപ്പില്ല, ലൊക്കേഷൻ സ്കെച്ച് ഇല്ല, റൂട്ട് മാപ്പില്ല, CCTV ഇല്ല, അപ്പനും അമ്മ ആരുമില്ല. തുമ്പോണിരുന്ന് ജീവിച്ച പോലെ ബാംഗ്ലൂരിൽ ചെന്ന് അവിടെ ചെന്നപ്പോഴും രാജാവിൻ്റെ ഭോജനം, വീഞ്ഞോ ഭോജനം കൊണ്ടൊന്നും ഞാൻ അശുദ്ധമാകെ, എനിക്ക് നോമ്പാണെന്നാ പറഞ്ഞത്, എനിക്ക് നോയമ്പാണ്. ഒരു യൗവനക്കാരൻ പറയുകയാണ്, ആരും നോക്കാനോ ആരും ശ്രദ്ധിക്കാനോ ഇല്ല. ദൈവവചനത്തിന്റെ ബോധ്യം എന്നെ ആകർഷിച്ചത് 6-ാം അധ്യായം 10-ാം വാക്യം. ദാനിയേൽ പള്ളിയൊന്നും അവിടെ പ്രാർത്ഥിക്കാനില്ല. ഇന്ന് നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ മതി, അടുത്ത് ചെല്ലുന്ന സ്ഥലത്തിനടുത്ത് എവിടെ പള്ളിയുണ്ട് കൃത്യം കിട്ടും. പക്ഷേ അവൻ എഴുതി വച്ചിരിക്കുക, യെരുശലേമിന് നേരെയുള്ള കിളിവാതിലുകൾ തുറന്ന് 3 പ്രാവശ്യം കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ തന്നെയെന്ന്. മുമ്പ് ചെയ്തിരുന്നത് പോലെ. അപ്പൊ മുമ്പ് എവിടെ ചെയ്തിട്ടുണ്ട്? അതിൻ്റെ അർത്ഥം എവിടെയാ? മുമ്പ് എവിടെ ഇരുന്നേ? വീട്ടിലായിരുന്നത്. വീട്ടിൽ ചെയ്തിരുന്നത് പോലെ യെരുശലേമിലെ കിളിവാതിലുകൾക്ക് നേരെ കിഴക്കോട്ട് ദർശനം, കിളിവാതിലുകൾ തുറന്ന് 3 പ്രാവശ്യം അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആരൊക്കെ ദൈവവചനത്തിൽ ബോധ്യം വരുത്തുന്നുണ്ടോ, ആ ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതയിൽ പോകുന്നുണ്ടോ, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഈ 2-3 മുത്തൂറ്റ് അറിയല്ലേ, ചുമന്ന മുത്തൂറ്റ്, നീല മുത്തൂറ്റൊക്കെ അറിയാം. ചുമല മുത്തൂറ്റിൻ്റെ ഓണറാണ് അൽമയ ട്രസ്റ്റി ആയിരുന്ന ജോർജ് മുത്തൂറ്റ്. അദ്ദേഹം മരിച്ചുപോയി. അപ്പം ഞാൻ ആ പള്ളി കഴിഞ്ഞ ഫെബ്രുവരി പ്രസംഗത്തിന് എന്നപ്പോഴും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അദ്ദേഹത്തിൻ്റെ മൊബൈൽ മോർച്ചറി മൃതശരീരം വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പോയി കണ്ടതാണ്. അപ്പോൾ അടക്കത്തിന് തലേദിവസം 2 മക്കളും ഭാര്യയും അവരുടെ മക്കളെല്ലാം ഉണ്ട്. ഈ മൃതശരീരം 10 മിനിറ്റത്തേക്ക് എല്ലാവരോടും അനുവാദം ചോദിച്ചു അകത്തെ മുറിയിലോട്ട് എടുത്ത് വെച്ച് കതവടച്ചു. എന്നിട്ട് മക്കളും, ഓർക്കണം, ഫോബ്സ് പട്ടികയിൽ ഇടം നേടിയ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ തലമുറയ്ക്ക് 16,000 ബ്രാഞ്ച് ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ്, അതിനനുബന്ധിച്ച് ബ്രാഞ്ച് ഉള്ളതാണ്. എടുത്തു വെച്ചിട്ട് പാട്ടുപാടി വേദപുസ്തകം വായിച്ചിട്ട് മൃതശരീരം വെളിയിലോട്ട് പിന്നെ എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അപ്പനോടൊത്തുള്ള അവസാന കുടുംബ പ്രാർത്ഥനയാണിത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു പണിയില്ലാതെ ഇപ്പോൾ ഇവിടെ അല്ല ഈ മുക്കിനോ മൂലയ്ക്കോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലൊക്കെ പല പരിപാടികൾ ചെയ്യുമായിരിക്കും, ഒരു പണിയും കാണത്തില്ല. ആകാൻ നോക്കുന്നത് യൂസഫ് അലിയും മറ്റേതും ബിൽഗേറ്റ്സും ഒക്കെ ആകാൻ വേണ്ടി നോക്കുന്നത്, ഇതിനകത്ത് പണിയല്ല നോക്കുന്നത്. പക്ഷേ ആയൊരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. എന്നോട് പറയാം, അച്ഛാ തമിഴ്നാട് ഉൾപ്പെടെ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോയാൽ ആ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് വിളിക്കും, ഭദ്രാസന അരമനയിൽ ഈ സ്ഥലത്തിന് അടുത്ത് എവിടെയാണ് പള്ളിയുള്ളത്. നമ്മളെങ്ങനെയും മൈഗ്രേറ്റ് ചെയ്ത് പോകുക, ലണ്ടനിലൊക്കെ, ലണ്ടൻ ഗവൺമെൻറ് അവിടെ നിന്ന് ദൈവമേ പള്ളിയും പട്ടക്കാനും ഇവിടെ കഴിഞ്ഞ് അവിടെ ചെന്ന് ഇനി വരല്ലേ പുറകിന് വരല്ലേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ ചെന്നിട്ട് ആ മനുഷ്യൻ കൂടെ പോയ ഷുബു എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുക, അച്ചോ അവിടെ ചെന്ന് ചോദിച്ചു എവിടാണ് പള്ളി, മദ്രാസ് അരമനെ വിളിച്ച് അവിടേക്ക് പോവുക, ആദ്യകാലത്ത് യാത്ര പോവുക, അതിൻ്റെ ഇടയ്ക്ക് ബിസിനസ്സിന് പോവുകയാണ്. എന്നിട്ട് എഴുതി വെച്ച് അച്ഛനക്കാരെയും കൂടുതലായി A4 സൈസ് പേപ്പറിൽ എഴുതി വെച്ചേക്കുക രോഗികളുടെയും പ്രാർത്ഥിക്കേണ്ട പേരുകൾ. രാവിലെയും വൈകിട്ട് എൻ്റെ അപ്പൻ കണ്ണുനീരോടെ, നിങ്ങൾ വാട്സപ്പിൽ കേട്ട് കാണുമല്ലോ മകൻ പറഞ്ഞ സാക്ഷ്യം, രാവിലെയും വൈകിട്ട് എൻ്റെ അപ്പൻ കണ്ണുനീരോടി പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവരൊക്കെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ലോകം ഇങ്ങനെ അങ്ങ് പോകും. ദൈവവചനം, അമ്മ ദൈവവചനത്തിനെ സ്വീകരിച്ച പോലെ യഹോവയുടെ വഴികളിലാണ്, ലോകത്തിൻ്റെ വഴികളിൽ പോയി തകർന്നു പോകുക നമ്മുടെ തലമുറ, ഞാൻ ഉൾപ്പെടെ ലോകത്തിൻ്റെ വഴികൾ ആസ്വദിക്കുകയാണ്. ദൈവത്തിൻ്റെ വഴി നടക്കാൻ ആർക്കും താല്പര്യമില്ല. വൈകിട്ട് വീട്ടിൽ പോയി വായിച്ചാട്ട് യോബിന്റെ പുസ്തകം 21-4 വാക്യം, ദൈവത്തെ വിളിക്കുവാൻ അവൻ ഞങ്ങൾക്ക് ആരാണെന്നാണ് ചോദിക്കുന്നത്. പുതിയ തലമുറയുടെ ചോദ്യമാണ്. ദൈവം ഞങ്ങൾക്ക് എന്താണ് ചെയ്തിട്ടുള്ളത്? ദൈവത്തെ വിളിക്കുവാൻ ഞങ്ങൾക്ക് അവൻ ആരാണ്? യോബ് 21-4-6 വാക്യങ്ങൾ, 4-5-6 വാക്യങ്ങൾ. പക്ഷെ അവിടെ ആ ഒരു മനുഷ്യൻ മ്ലേച്ഛത നിറഞ്ഞ ലോകത്തിൽ ദൈവ വഴിയിൽ നടക്കുവാൻ ദൈവകൽപ്പനകളിൽ അവൻ ആനന്ദം കണ്ടെത്തി. പെട്ടകം മണിഞ്ഞു, പ്രളയമുണ്ടായി,
40 ദിവസം മഴ തകർത്തു പെയ്തു. 150 ദിവസം പ്രളയം നിന്നു. എൻ്റെ ഭീകരത ഓർപ്പിക്കാൻ എഴുതി വച്ചിരിക്കുന്നു. പർവ്വതങ്ങൾക്ക് മുകളിലും 15 മുഴം പൊക്കത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. യഹോവയാം ദൈവം ആരെയൊക്കെ? നോഹയും ഭാര്യയും മക്കളെയും ശുദ്ധിയുള്ള ഓരോ മൃഗങ്ങളിൽ പേരായിട്ട് അശുദ്ധിയുള്ള എല്ലാം കൂടെ എവിടെ കയറ്റി? പെട്ടകത്തിൽ കയറ്റി. ഒത്തിരി അർത്ഥമുണ്ട്. പെട്ടകത്തിൽ കീല് കൊണ്ട് മൂടി എന്ന് പറഞ്ഞാൽ, കീലെന്ന് പഴയ നിയമത്തിൽ ഹീബ്രു വാക്ക് കോഫർ എന്നാണ്. അതിൻ്റെ അർത്ഥം മൂടുക, ആവരണം ചെയ്യുക. പൗലോസ് ദീമാവ പറയും, ഇത് നോഹയുടെ പെട്ടകവാ, കയറാവുന്ന എല്ലാം രക്ഷപ്പെടാൻ കയറിക്കോളാൻ പറയും. ഇത് സഭയെ സൂചിപ്പിക്കുന്നതാണ്, ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. കീലുകൊണ്ട് മൂടി, എന്താ? വെള്ളം കയറാതിരിക്കാൻ. ക്രിസ്തുവാകുന്ന പെട്ടകം, ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്തം നമ്മുടെ പാപം മൂടുകയാണ് ചെയ്തത്. പിതാക്കന്മാരുടെ എഴുത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രളയം, ജലം പൊങ്ങി. ഓർക്കണം, ഒരു പുൽനാമ്പ് പോലും ശേഷിക്കാതെ പെട്ടകത്തിലുള്ളതൊഴികെ ബാക്കി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു ദൈവം. ഒരു സാധനമില്ല, മുഴുവൻ നശിപ്പിച്ചു. എന്തിനാ വെള്ളം കൊണ്ട് നശിപ്പിച്ചെന്നറിയാവോ? ഒറ്റ കാര്യമാ, പാപത്തിൻ്റെ ലാഞ്ചന ഒരു ശതമാനം, ഒരു തുള്ളി പോലും ഭൂമിയിൽ അവശേഷിപ്പിക്കാതിരിക്കാൻ അത്ര മ്ലേച്ഛത, വഷളത്തരം ദൈവത്തിന്റെ ഹൃദയം ദുഃഖിച്ചെന്ന് എഴുതി വെച്ചത്. അത് കണ്ടിട്ട് ഒരു പുൽനാമ്പ് പോലില്ല, ദൈവം മുഴുവൻ തകർത്ത് കളഞ്ഞു. കഴുകി വെടിപ്പാക്കി. ഓണവാണ്ടി ഇപ്പം വീടെല്ലാം കഴുകുമായിരുന്നുണ്ടല്ലോ അല്ലേ? കഴുകി വെടിപ്പാക്കി. യൂത്തുകാരിപ്പം ഇനി കല്ലറ വൃത്തിയാക്കും, എല്ലാം വൃത്തിയാക്കുകയാ, കഴുകി വെടിപ്പാക്കുകയാ. വെടിപ്പാക്കി പെട്ടകം ഉയർന്നു പോയി, ഇങ്ങനെ കറങ്ങുകയാ. 371 ദിവസം ഒന്ന് പാരമ്പര്യം. 371, 375, 376 എന്നൊക്കെ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഏകദേശം ഒരു വർഷം പ്രളയം നിന്നു. കാക്കയെ വിട്ടു, അദ്ദേഹം തിരിച്ചു വന്നില്ല. പ്രാവിനെ വിട്ടു. വ്യാഴാഴ്ച ശീമാനമസ്കാരം രാവിലെ ഉണ്ട്. ഞങ്ങളൊക്കെ പാടി. അച്ഛനായിരുന്നു അവിടുത്തെ പാട്ടുകാരൻ അന്നേരം ഞങ്ങളുടെ സമയത്ത്. അപ്പോൾ പ്രാവിനെ വിട്ടു, പുലരിയില്ല, പ്രളയത്തിൽ നിലയറിയാ, നീതിപരനായ നോഹ എന്നവർക്ക് പാടാറുണ്ട്. ഉറക്കം തൂങ്ങിയെന്നൊക്കെയാണ് പാടുന്നത്. വെളുപ്പിന് 5 മണിക്കത്തെ കാര്യം പറയുന്നത്. പ്രാവിനെ വിട്ട് തിരിച്ചൊരു ഒലിവിലയുമായിട്ട് വന്നു. അപ്പോൾ മനസ്സിലായി, ഉണങ്ങി, നാമ്പുകളൊക്കെ ഭൂമിയിൽ തളർത്തു. പെട്ടകം സമുദ്രനിരപ്പിൽ 6000 അടി ഉയരത്തിൽ ആരാറാത്ത് പർവ്വതത്തിന്റെ മുകളിൽ വന്ന് ഉറച്ചു. അടുത്ത വാക്ക് 8-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുക, യഹോവയാം ദൈവം നോഹയെ ഓർത്തു. ഹി വാസ് ഇൻ ദ മെമ്മറി ഓഫ് ഗോഡ്. എല്ലാം സർവസംഹാരിയായി പ്രളയജലം പതഞ്ഞുയർന്ന് സകലത്തെ നശിപ്പിച്ച് കളഞ്ഞപ്പം ദൈവം ഒരു മനുഷ്യനെ ഓർത്തെന്നാ തിരുവനന്തപുരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന. ആരെയാ? പെട്ടകത്തിൽ കയറ്റി വിട്ടാ പോരായിരുന്നു, ഓർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ദൈവം നോഹയെ ഓർത്തു. അടുത്ത അവൻ എന്താ ചെയ്തത്? അവര് കൃപ ലഭിക്കണം. 3-ാമത്തെ കാരണം എൻ്റെ ബോധ്യത്തിൽ ആഘോഷങ്ങൾക്കിടയിലും ആരാധനയിൽ അഭയപ്പെട്ടവനാ നോഹ. പെട്ടകോറച്ചപ്പം അതിനകത്ത് ഒരു വർഷം താമസം ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ സമാധാനപരമായ സഹവർത്തിത്വം. ഇത് സഭയെ സൂചിപ്പിക്കുന്ന, വിശുദ്ധന്മാരുടെ മാത്രമല്ല, കാശുള്ളവന്റെ മാത്രമല്ല, പാപിയും പുണ്യവാനും ഭക്തനും അഭക്തനും വേശ്യയും ചുങ്കക്കാരും എല്ലാവരും ഒരുമിച്ച് ചേരുന്നതാ സഭ. അതിനകത്ത് അശുദ്ധിയുള്ളതുണ്ട്, എല്ലാം ഉണ്ട്. മൃഗങ്ങളോടൊത്ത് അവർ വസിച്ചു ഒരു വർഷക്കാലം. അവിടെയാ രക്ഷയുണ്ടാകുന്നത്. ഞാൻ മാത്രമേ പ്രാർത്ഥിച്ച് രക്ഷയൊന്നും കിട്ടത്തില്ല. ഒരുമിച്ചൊരു രക്ഷ, സഭയാകുന്ന പെട്ടകത്തിലെ രക്ഷയെന്ന പിതാക്കന്മാർ പറയുന്നത്. അവിടെ പെട്ടകം തുറന്ന് എല്ലാം കൂടെ ഓടിയങ്ങ് പോയി, ആഘോഷിക്കാൻ പോയി, ഭാര്യയും പിള്ളേരും എല്ലാം കൂടെ. പക്ഷെ ഈ മനുഷ്യൻ കാലുകുത്തി ആദ്യം ചെയ്തെന്താണെന്നറിയാമോ? ദൈവത്തിനൊരു യാഗപീഠം പണിതു. ആരാ? നോഹ ദൈവത്തിന് യാഗപീഠം പണിതു. അടുത്ത വാക്ക് ശ്രദ്ധേയമാ. യാഗത്തിന്റെ പരിമളം മണുത്തട്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. മണുത്തട്ടെ. യഹോവയാം ദൈവം പറയുകയാ, ഇനിയും മനുഷ്യൻ മുഖാന്തരം ഞാൻ ഈ ഭൂമിയെ ശപിക്കുകയില്ല. ഇനി മനുഷ്യൻ മുഖാന്തരം ഭൂമിയെ ശപിക്കുകയില്ല. ആ മനുഷ്യന്റെ യാഗത്തിന്റെയും വ്യത്യസ്തനായ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ ബാക്കിയാ ഈ ഇരിക്കുന്ന ഷിജിയച്ഛനും ഈ വട്ടപ്പറമ്പലച്ഛനും ഈ അച്ഛന്മാരെല്ലാം. അതിന്റെ ബാക്കി തലമുറ ഇത്. ആരുടെയാ? നോഹ. നമ്മൾ ചിന്തിക്കത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്ന് തുഴഞ്ഞേച്ച് എന്ത് ചെയ്യാനച്ഛ? നോമ്പുമില്ല, പ്രാർത്ഥനയില്ല, ഉപവാസമില്ല. നിന്റെ നിയോഗം അതാ. ആ വീടിനെയും തലമുറയെ രൂപാന്തരപ്പെടുത്താനുള്ള നിയോഗമാണ്. നോഹ യാഗമർപ്പിച്ചു, പരിമളം മണത്തിട്ട് ദൈവം പറഞ്ഞു, ഇനി മനുഷ്യൻ മുഖാന്തരം ഭൂമിയെ നശിപ്പിക്കുകയില്ല. എന്നിട്ടെന്താ സംഭവിക്കുന്നത്? അടുത്ത പറയുകയാ, തക്ക കാലത്ത്, ഞാൻ ഈ ഭാഷയിലങ്ങ് പറയാം, മഞ്ഞും മഴയെല്ലാം കാലാവസ്ഥയെ പോലും രൂപപ്പെടുത്തുവാൻ, ഭൂമിയുടെ കാലാവസ്ഥയെ പോലും രൂപപ്പെടുത്തുവാൻ നോഹയുടെ ജീവിതത്തിനായി എന്നുള്ളതാണ്.
ഇന്ന് നമ്മുടെ പ്രവർത്തനം കൊണ്ട് കാലാവസ്ഥ മാറിപ്പോയി. ഈ സെപ്റ്റംബറിൽ എവിടാ മഴ പെയ്ത് കണ്ടിട്ടുള്ളത്? അല്ലേ? കാലം തെറ്റിയ മഴകളും കൊറോണയും ഇല്ലാത്ത ഇനി അടുത്ത വലുത് വരാൻ കിടപ്പുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാരണം മനുഷ്യന്റെ സ്വഭാവം കാരണമാണ്. പക്ഷെ ഇവിടെ ഒരു മനുഷ്യന്റെ വ്യത്യസ്തമായ ജീവിതം കാരണം കാലത്തിന്റെ ഗതിവിഗതികളെ പോലും നിയന്ത്രിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും തക്കവണ്ണം സാധിച്ചു. കാരണം അവന്റെ ബലിയുടെ പരിമളം. ഇവിടെ രാവിലെ കുർബാന ചൊല്ലി, ദൈവമേ നിന്റെ കരുണയാൽ എന്നെ ഓർക്കണേ. എൻ്റെ ബാങ്കിൽ കിടക്കുന്ന പണം കൊണ്ട് എന്നെ ഓർക്കണമെന്നല്ല, എൻ്റെ ആരോഗ്യം കൊണ്ട് എന്നെ ഓർക്കണമെന്നല്ല, എൻ്റെ രാഷ്ട്രീയ ബലം കൊണ്ട്, എൻ്റെ പിള്ളേരുടെ അമേരിക്കയിലെ ജോലി കൊണ്ട് ഓർക്കണമെന്നല്ല, നിന്റെ കരുണയാ ഞങ്ങളെ ഓർക്കുന്നത്. ഒരു കൊറോണ വന്നിട്ട് എത്രത്തോളം അല്ലെ എത്ര പേര് നഷ്ടപ്പെട്ടൊക്കെ പോയി. അവിടെയൊക്കെ തമ്പുരാൻ ഓർത്ത് വീണ്ടും ഒരു പെരുന്നാളിൽ സംബന്ധിക്കുവാൻ അവസരം തന്നിരിക്കുക. നമ്മുടെ മിടുക്കും ഈ കിടന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒന്നുമല്ല, തമ്പുരാന്റെ കരുണയാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുന്നു. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം. മക്കൾ പാപം ചെയ്തു എന്ന് കരുതി അപ്പം പോയി അധികാലത്ത് യാഗം അർപ്പിച്ചു. ആഘോഷങ്ങളിൽ പാപസ്വാധീനം. യാഗം അർപ്പിച്ചു കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് മുഴുവൻ തകർച്ചയിൽ കൂടെ കടന്നു പോകുന്നത്. ആ തകർച്ചയാകുമ്പോൾ 10 മക്കളുടെ മൃതശരീരം വീട്ടുമുറ്റത്ത് വെച്ച് ശവടക്കെടുത്തിയ മനുഷ്യൻ അയ്യോബ്. ഭാര്യ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു, നീ എന്ത് പൊട്ടനാണെന്നൊക്കെ ചോദിച്ചു. നീ എന്തിനാ ദൈവത്തെ മുറുകപതിയെ കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അതേ പറഞ്ഞു, നന്മ എന്ന ദൈവത്തിൽ തിന്മയും സ്വീകരിക്കരുത്. പിന്നെ അങ്ങോട്ട് 4 പേര്, എലിഹും ബിൽദാദ്, ഇവർ 4 പേരും എന്ന് കുറേ കാര്യമൊക്കെ പറയുന്നു. നിന്റെ കുഴപ്പം, നിന്റെ അപ്പൻ്റെ കുഴപ്പം, അമ്മയുടെ കുഴപ്പം, നീ ചെയ്തതിൻ്റെ കുഴപ്പം എന്നൊക്കെ പറയുന്നു. പക്ഷേ യോബ് പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. 42-ാം അധ്യായം 5-ാം വാക്യം പറയുകയാ, എനിക്ക് നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണാൽ ഞാൻ കാണുകയാണ്. അടുത്ത വാക്ക്, യോബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇരട്ടിയായിട്ട് അവനെ അനുഗ്രഹിച്ചു. ഭാര്യ അങ്ങനെ പറഞ്ഞിട്ടും ഭാര്യ ഒളിച്ചോടിയില്ല, ഡിവോഴ്സും ചെയ്തില്ല. ഭാര്യ അവിടെ നിർത്തി. ദൈവം എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ നിർത്തി. പിന്നീട് എഴുതി വെച്ചിരിക്കും 10 മക്കളോടുണ്ടായി. ഭൂലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള 3 പെൺകുഞ്ഞുങ്ങൾ, യമീമ, കെസിയ, കേരൻ ഹപ്പൂക്ക്. യമീമ എന്ന വാക്കിനർത്ഥം പ്രാവ്, വാക്കിനർത്ഥം സമാധാനം. സമാധാനം നഷ്ടപ്പെട്ട യോബിന്റെ വീട്ടിൽ മൂത്ത മകൾ സമാധാനമാകുന്നു. 2 കെസിയ, വാക്കിന്റെ അർത്ഥം സുഗന്ധം, ദുർഗന്ധം വമിച്ച വീട്ടിൽ മകൾ സുഗന്ധമാവുകയാണ്. 3 കേരൻ ഹപ്പൂക്ക്, വാക്കിന്റെ അർത്ഥം വർധനവ്, സകലതും തകർന്നു പോയെടുത്ത് വർധനവുണ്ടാവുകയാണ്. ഇരട്ടിയായി ദൈവം അനുഗ്രഹിച്ചു. എന്ത് ചെയ്തവനെയാ? ആഘോഷങ്ങൾക്കിടയിലും ആരാധനയിൽ അഭയപ്പെട്ട യോബിന്റെ കുടുംബത്തെ പറ്റി ഞാൻ പറഞ്ഞത്. അവസാനിപ്പിക്കുന്നു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്താണ് കൃപ ലഭിക്കാൻ കാരണം? അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം, ഞാൻ ആരാണെന്നുള്ള ബോധം. 2, ദൈവകൽപ്പനകളിൽ ആനന്ദം. ലോകകൽപ്പനകളും താല്പര്യങ്ങളും ഉണ്ട്, പക്ഷെ ദൈവകൽപ്പനകളിൽ ആനന്ദം. 3, ആഘോഷങ്ങൾക്കിടയിലും ആരാധനയിൽ അഭയപ്പെട്ടു. അവൻ മുഖാന്തരം ഭൂമിയുടെ ഗതിവിഗതികൾ മാറി ദൈവം തലമുറകളുടെ മേൽ അടയാളം സ്ഥാപിക്കുകയാണ്. ഈ നോയമ്പിൽ സംബന്ധിക്കുമ്പം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നിലപാടും നമ്മുടെ ഞാനാരാണെന്നുള്ള ബോധ്യവും നമ്മുടെ ആരാധനയും ഒക്കെ നമ്മുടെ ദേശവും നമ്മുടെ കുടുംബവും നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹീതമായ അവസരം നൽകി വന്നിരായ വൈദിക ശ്രേഷ്ഠരോട് നിങ്ങൾ എല്ലാവരുമുള്ള സ്നേഹം അറിയിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.